സെപ്റ്റംബർ 11 ശേഷം ഈ ലോകത്തെ മുഴുവനും മുസ്ലിം ഭീകരതയുടെ നടുവിൽ ഭയപ്പെടുത്തി നിർത്താമെന്നും മുസ്ലിം വേഷധാരികളെ മുഴുവനും തീവ്രവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും കടൽക്കടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നരവേട്ട നടത്താമെന്നും വിചാരിച്ചിരുന്ന ആളുകൾ, എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. സെപ്റ്റംബർ 11 ശേഷമാണ് യൂറോപ്പിൽ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ ഒട്ടധികം വിറ്റഴിക്കപ്പെട്ടത്. അതിലൂടെയാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിച്ചത്. നിരവധി ചർച്ചകൾ അനാഥാലയമായി മാറുകയോ തത്തുല്യമായി പള്ളികൾ ഉയർന്നു വരികയോ ചെയ്തത്. ഇങ്ങനെ വിലയിരുത്തുമ്പോ ഇസ്ലാമോ ഫോബിയയുടെ പേരിൽ പരിശുദ്ധമായ ഇസ്ലാമിക ദർശനത്തിന്റെ മുമ്പിൽ വിരുണ്ടു നിൽക്കുന്ന പടിഞ്ഞാറൻ ശക്തികളുടെ ദുഷ്ചെയ്തികളാണ് ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരെ പടവാളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിം ലോകം അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ ലോക മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നും ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒന്ന് ഡെൻമാർക്ക് മുതൽ തുടങ്ങി ഇന്ന് ശാസ്താംകോട്ട വരെയും ഒരുപാട് ആരോപണത്തിന്റെയും അപകടകരമായ ചിത്രീകരണത്തിന്റെയും പശ്ചാത്തലങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ രൂപം കൊണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് കേവലമായ ഒരു പ്രാദേശികത്വത്തിന്റെയോ വർണ്ണവൈജാത്യത്തിന്റെയോ വർഗ വ്യതിയാനത്തിന്റെയോ നിറവ്യത്യാസത്തിന്റെയോ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷന്റെയോ പശ്ചാത്തലത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കപ്പെടുന്നത്. മേഴ്സി ഓഫ് ദി ഹ്യൂമാനിറ്റി ഓർ മേഴ്സി ഓഫ് ദി വേൾഡ് എന്ന് യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാനവികതയുടെയും ലോകത്തിന്റെയും കാരുണ്യത്തിന്റെ മഹനീയ ഉദാഹരണമായി അവതരിപ്പിക്കപ്പെടുമ്പോ വേദപുസ്തകത്തിന്റെയും സമാധാന സന്ദേശത്തിന്റെയും കോടിക്കണക്കിന് കോപ്പികൾ കേരളത്തിന്റെ കുഗ്രാമങ്ങളിലടക്കം വിറ്റഴിച്ചിട്ടും വിശുദ്ധ വിശ്വാസികളായി ഒരുപാട് ആളുകളെ കിട്ടിയിട്ടില്ല എന്ന ദുഃഖത്തിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പരിശുദ്ധരായ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി കടന്നു വരുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഉസാമ ബിൻ ലാദന്റെ നീണ്ട ദാടിയും വലിപ്പമുള്ള തലപ്പാവും വെച്ചുകൊണ്ട് കോടിക്കണക്കിന് മീഡിയകൾ, ദൃശ്യമാധ്യമങ്ങളും വായനാ മാധ്യമങ്ങളും എല്ലാം ഒരുപാട് കാലമായി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആഗോളതലത്തിൽ നടക്കുന്ന നരവേട്ടയെക്കുറിച്ച് ഗഹനമായൊരു പഠനം നടത്താൻ നമ്മുടെ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല? ഇപ്പോഴോ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് അടിസ്ഥാന ആവശ്യത്തിനുള്ള മരുന്നും കുടിവെള്ളവും കൊണ്ടുപോകുന്ന കപ്പൽ വലിച്ചു കളഞ്ഞപ്പോഴും ഇവിടുത്തെ എത്ര ജനാധിപത്യ രാജ്യങ്ങൾ അതിനെതിരെ ശബ്ദിച്ചു? നാം അത് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കേവലം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് മാത്രമല്ല, ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയുധങ്ങളെയാണ് കടലിലേക്ക് വലിച്ചു കളഞ്ഞതെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ലക്ഷറി ഐറ്റംസ് കൊണ്ടുപോകുന്ന വാഹനമായിരുന്നു, കപ്പലായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുവകകളാണെങ്കിൽ നമുക്ക് സാന്ത്വനിക്കാമായിരുന്നു. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മാനത്ത് പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്ന മിഠായി, കൊച്ചുമക്കളുടെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന ഓമന മക്കള് മാനത്ത് നിന്ന് ഫ്ലൈറ്റ് താഴെ പറന്നിട്ട് അവർക്ക് എറിഞ്ഞു കൊടുക്കുന്ന മിഠായി മധുരമാണെന്ന് വിചാരിച്ച് അത് വാങ്ങിയിട്ട് കഴിച്ചു പൊട്ടിക്കുമ്പോ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായ വിധത്തിൽ പിഞ്ചോമന കുഞ്ഞുങ്ങളെ പോലും കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന ആഗോള നരവേട്ടയ്ക്കെതിരെ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിനോ ഇവിടെയുള്ള ഐക്യരാഷ്ട്ര സഭകൾക്കോ ശക്തി കേന്ദ്രങ്ങൾക്കോ വേണ്ട വിധത്തിൽ ഒരു തീരുമാനമോ നടപടിയോ എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മരുന്നും വെള്ളവും കൊണ്ടുപോകുന്ന കപ്പല് താലേക്ക് വഴിച്ചു കളഞ്ഞിട്ട് ഒരു ജനവിഭാഗത്തെ നാലുപാട് നിന്നും വളഞ്ഞ് അവരെ നാലുഭാഗത്തു നിന്നും ആയുധവേട്ട നടത്തി അവർക്ക് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കിടക്കാൻ ഇടമോ കൊടുക്കാതെ കൈയും കാലും ബന്ധിച്ചിട്ടിട്ട് വെടിയൊച്ചകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുകയും ബോംബറുകൾ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോ ഫലസ്തീൻ പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇവിടെ ഏത് ശക്തിക്ക് കഴിയുന്നു? ഞാൻ പലതവണയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഐക്യരാഷ്ട്രസഭയ്ക്കൊരു നിയമമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിലേക്ക് പാകിസ്ഥാനോ ബംഗ്ലാദേശോ ചൈനയോ കടന്നാൽ, അതായത് ഐക്യരാഷ്ട്രസഭയുടെ മാപ്പ് അനുസരിച്ച് നമ്മുടെ രാജ്യത്തിന് എഴുതിത്തന്ന അതിർത്തിയുടെ ഉള്ളിലേക്ക് അയൽ രാജ്യങ്ങൾ ആരെങ്കിലും കടന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുവാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്.
ചൈനയിലേക്ക് ഇന്ത്യ കടന്നാൽ ചൈനയ്ക്കുണ്ട്, പാകിസ്ഥാനിലേക്ക് ഇന്ത്യ കടന്നാൽ പാകിസ്ഥാനിനുണ്ട്, ബംഗ്ലാദേശിലേക്ക് ഇന്ത്യ കടന്നാൽ ബംഗ്ലാദേശുകാരനുണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തിന്റെയും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് ആരെങ്കിലും അകാരണമായി കടന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ എഴുതി വെക്കുമ്പോ ഫലസ്തീൻകാരന്റെ വെസ്റ്റ് ബാങ്കും ഗാസയുമെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ മാപ്പിൽ ഫലസ്തീനിന്റെ പ്രദേശമാണ്. അവിടേക്ക് കടന്നു കയറുന്ന ഇസ്രയേലുകാരനെ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ നിയമം പഠിപ്പിക്കുന്നു. പക്ഷേ നിയമം അനുശാസിച്ചാൽ പോലും ആയുധമെടുക്കാൻ അവരുടെ കയ്യിൽ ആയുധമില്ല, ദാഹമകറ്റാൻ അവരുടെ കയ്യിൽ കുടിവെള്ളമില്ല, വിശപ്പകറ്റാൻ അവരുടെ കയ്യിൽ ഭക്ഷണമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തെ കൈയും കാലും ബന്ധിച്ചിട്ടിട്ട് ആയുധങ്ങളുടെയും അതുപോലെ തന്നെ വേട്ടയുടെയും നടുവിൽ പിഞ്ചോമന മക്കളെയും പെൺകുടികളെയും അരുങ്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ ആഗോളതലത്തിൽ വേണ്ട നടപടിയെടുക്കാൻ എന്തുകൊണ്ട് ജനാധിപത്യ രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല? നാം മനസ്സിലാക്കേണ്ടത് ഇത് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ, ഇത് സംസ്കാരങ്ങളുടെയും നാഗരികതകളുടെയും സംഘട്ടനമാണ്, അല്ലാതെ ബലാബലങ്ങളുടെ സംഘട്ടനമല്ല. കാരണം കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട നിരവധി രചനകളുണ്ട് ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ എന്ന പേരിൽ. സാംസ്കാരികതയുടെ സംഘട്ടനമാണ്. ഇസ്ലാമിക മീമാംസയുടെയും പരിശുദ്ധമായ ഖുർആനിക സന്ദേശത്തിന്റെയും പ്രവാചക ദർശനങ്ങളുടെയും മഹനീയമായ മുന്നേറ്റങ്ങളിൽ അസൂയ പൂണ്ട പടിഞ്ഞാറിന്റെ ദുശക്തികൾ അവർ ലോകത്തെ മുഴുവനും ഒരു കൊലാവാലയമോ അല്ലെങ്കിൽ കൊലക്കളമോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അവസാനത്തെ ഉദാഹരണം, ആഗോള ചലനങ്ങളെ മുഴുവനും ആവഹിക്കുവാനും അനുബന്ധമായി സംസാരിക്കുവാനുമുള്ള സമയമില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ജനങ്ങളോടും പറയാറുള്ളത്, ലോകതലത്തിൽ ഹ്യൂമാനിറ്റിക്ക് പ്രാധാന്യമുണ്ടാകണം. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങ് പടിഞ്ഞാറ് ജീവിക്കുന്ന ക്രൈസ്തവനും മധ്യപൗരസ്ത്യ രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസൽമാനും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അതുപോലെ ലോകതലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ ശാന്തിയാണ് ഓരോ രാജ്യങ്ങളും ജനവിഭാഗങ്ങളും വിലയിരുത്തേണ്ടത്. അല്ലാതെ ക്രൈസ്തവ രാജ്യമായതുകൊണ്ട് രക്ഷപ്പെടട്ടെ എന്നോ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് കഷ്ടപ്പെടട്ടെ എന്നോ മറ്റേതെങ്കിലും രാജ്യമായതുകൊണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാമെന്നോ തീരുമാനിക്കുന്നത് ഒരിക്കലും മനുഷ്യത്വത്തിന്റെ ഭാഗമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ അയൽവാസിയായ ചൈന ആണവശക്തിയാകാൻ ആഗ്രഹിച്ചപ്പോ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടക്കിണങ്ങുകയും പിണങ്ങുകയും ചെയ്ത രാജ്യമാണ് ഇന്ത്യയും ചൈനയും. പാകിസ്ഥാൻ ആണവശക്തിയാകാൻ ശ്രമിച്ചപ്പോ വേണ്ടതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായില്ല. അതേ സമയത്ത് ഇറാൻ ആണവശക്തിയാകാൻ ശ്രമിക്കുമ്പോ ആഗോളതലത്തിലുള്ള രാജ്യങ്ങൾ മുഴുവനും എന്തുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുന്നു എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ഇനി ആഗോള നിയമങ്ങളുടെയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര കാഴ്ചപ്പാടുകളുടെയും പശ്ചാത്തലം വെച്ച് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യവും എന്തുകൊണ്ട് അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് പോയി എന്ന് ഗൗരവതരമായി ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇറാനിൽ ആണവശക്തി ഉയരുമ്പോഴേക്ക് ബാക്കി എല്ലാ രാജ്യങ്ങളും കൊലവിളി നടത്താനുള്ള കാരണം എന്താണ്? ഇവിടെ ആണവശക്തിയല്ലാത്ത ഏത് രാജ്യമാണുള്ളത്? അവിഹിതമായ കൂട്ടുകെട്ടിലൂടെ ഇസ്രയേലുകാരൻ പണ്ട് ആണവശക്തിയായപ്പോ ഇവിടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ എഴുതിവിട്ട ലേഖനങ്ങളിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ആണവശക്തിയായപ്പോ പടിഞ്ഞാറൻ ശക്തികൾ പറഞ്ഞത് ആണവശക്തിക്കെതിരെയുള്ള ചാരിത്ര പ്രസംഗമായിരുന്നില്ല. മറിച്ച് അറബ് രാജ്യങ്ങളുടെ നരവേട്ടകളുടെ നടുവിൽ കിടക്കുന്ന ഒരു കൊച്ചു രാജ്യത്തിന് അത്തരം ആയുധങ്ങൾ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പടിഞ്ഞാറിൽ നിന്ന് വന്ന ലേഖനങ്ങൾ. വിശദമായി അതിലേക്ക് കടക്കാനുള്ള സമയമില്ല. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തെ മുഴുവനും നിഷ്കാസനം ചെയ്യുവാനുള്ള ആഗോളതലത്തിലെ ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിജീവിതത്തെയും അവിടുത്തെയുടെ മഹനീയമായ ദർശനങ്ങളെയും അവഹേളിക്കുവാനും അപകീർത്തിപ്പെടുത്തുവാനുമുള്ള അപകടകരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ അനുവാദികരായ മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ചും മാനവിക സഹോദരങ്ങളോട് മൊത്തമായും പറയാനുള്ളത്, നമ്മൾ വർഗ വൈജാത്യങ്ങളുടെ ഗ്യാപ്പുകൾ സൃഷ്ടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കേണ്ടവരല്ല. നമ്മൾ നാനാത്വത്തിൽ ഏകത്വമെന്ന വർണ്ണാഭമായ പൂന്തോട്ടത്തിലെ വിഭിന്ന നിറങ്ങളും ഭാവങ്ങളുമുള്ള പുഷ്പങ്ങളെ ഒരുമിച്ചിരുത്തിയിട്ട് പൂന്തോട്ടം ഉണ്ടാക്കേണ്ടവരാണ്. ഈ ഒരു പൂന്തോട്ടമായി പരിണമിക്കുമ്പോഴേ നറുമണങ്ങൾ ഇവിടെ പൂത്തുലയുകയും ആസ്വദിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അത്തരമൊരു മാനവികമായ കാഴ്ചപ്പാടിലേക്കാണ് നാം വളരേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരുടെയെങ്കിലും വാറോലുകളുടെയോ ഏതെങ്കിലും
ഏതെങ്കിലും നരകപ്പാല ഗ്രന്ഥങ്ങളുടെ വരികളിലൂടെയോ ഒലിച്ചു പോകുന്ന വ്യക്തിപ്രഭാവമല്ല. കാരണം 1400 പരം കൊല്ലമായി ആഗോളതലത്തിലെ മാനവികതയുടെ മലതലങ്ങളിൽ മുഴുവനും നിറസാന്നിധ്യമായി നിൽക്കാൻ വേറൊരു നേതാവിനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ചോദിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ നാമം വിളിച്ചു പറയപ്പെടാത്ത ഏത് ഗ്രാമമാണ് ഇവിടെയുള്ളത്? ഒരു പ്രതിമയില്ലല്ലോ, ഒരു പ്രതിച്ഛായയില്ലല്ലോ, ഒരു പ്രതിഷ്ഠയില്ലല്ലോ, ഒരു ചിത്രമില്ലല്ലോ, ഒരു ചിത്രീകരണമില്ലല്ലോ, ഭൗതികമായ മാനദണ്ഡങ്ങളൊന്നുമില്ല, മെറ്റീരിയൽ പ്രസന്റേഷനുകളൊന്നുമില്ല, ശാരീരികമായ പ്രകടനങ്ങളൊന്നുമില്ല. അതൊന്നുമില്ലാതെ കോടാനകോടി വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മലതലത്തിൽ മുഹമ്മദീയ നാമം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ നാമത്തെ അടയാളപ്പെടുത്തിയ പ്രതിഭാസം ഏതാണ്? നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ജൈന, രാഷ്ട്രീയ മതമുള്ള ഇല്ലാത്ത നിരീശ്വര ഈശ്വരവാദികളോട് മുഴുവനും ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്, നിങ്ങൾ മദീനയിലേക്ക് നടക്കണം. സറാഫ ചമൻ ഹേ ദിയാറെ മദീന ദവാമാശന ഹേ ബഹാറെ മദീന. മദീനയുടെ പുഷ്കരമായ പശ്ചാത്തലത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ പാഠങ്ങളുടെ മാനവിക തലങ്ങളെ ഒപ്പിയെടുക്കാനും പകർത്തിയെടുക്കാനും പഠിച്ചറിയാനും കഴിയണം. അവിടെയാണ് നാം അടുത്തറിയേണ്ടി വരിക. അല്ലാതെ സംഘടനകളുടെയും ഗൾഫുകളുടെയും ഗ്യാപ്പുകളുടെയും ഇടവേളകളെയല്ല നാം ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് നാം ഉണ്ടാക്കേണ്ടത് ഒരുമയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളും സംഗമത്തിന് വേണ്ടിയുള്ള മാനുഷികമായ പാലങ്ങളുമാണ് നിർമ്മിക്കപ്പെടേണ്ടത്. അല്ലാതെ ഇത് ചോരച്ചാലുകൾ തീർക്കാനുള്ളതല്ല, ഇത് സ്നേഹച്ചാലുകൾ ഉണ്ടാക്കുവാനുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് മാലോകരോട് മുഴുവനും ആവശ്യപ്പെട്ടത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്റെ ഫോട്ടോ വെക്കണമെന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും അവിടുത്തെയുടെ പ്രതിമ ലോക മാർക്കറ്റുകളിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് മാർക്കറ്റിലാണ് പ്രവാചകന്റെ പ്രതിമയില്ലാതിരിക്കുക? ബുദ്ധന്റെയും ജൈനന്റെയും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായി വ്യത്യസ്ത മതങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യാളന്മാരെക്കാളല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിമ ഉണ്ടാകേണ്ടിയിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവശ്യപ്പെട്ടില്ല. മറിച്ച് ആവശ്യപ്പെട്ടതോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രതിമ വെക്കുവാനോ എന്റെ ഫോട്ടോ വെക്കുവാനോ എന്നെ പൂജിക്കുവാനോ പറഞ്ഞില്ല. മറിച്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പല സംഘടനകളും ഇവിടെ പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന കേരളത്തിൽ 2 ലക്ഷത്തിൽ പരം വൃക്ഷത്തൈകൾ നടുക എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതുപോലെ പലവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ഭൂമിക്കൊരു തണലെന്നോ ഭൂമിക്കൊരു കുടയെന്നോ പറഞ്ഞു വന്നപ്പോ SSFകാരന്റെ തലവാചകം നാളേക്കൊരു തണൽ എന്നാണ്. കാരണം എന്താണെന്നറിയുമോ? നാളെ ഇവിടെ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിൻഗാമിക്കൊരു തണൽ, അത് മാത്രമല്ല നാളെ പരലോകത്ത് സ്വർഗത്തിലൊരു തണൽ അതുകൂടിയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ലോകീക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചത്, മാനവിക ലോകത്തോട് പഠിപ്പിച്ചത്, അന്ത്യനാളിന്റെ ഭീകരമായ ശബ്ദം ഒരു ഭാഗത്തുയരുമ്പോ നിന്റെ കയ്യിൽ ഒരു വൃക്ഷത്തൈ ഉണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ വൃക്ഷം നട്ടിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജന്തു ഒരു ഇലയെങ്കിലും ഭക്ഷിച്ചാൽ അതിന്റെ കൂലി കിട്ടുമെന്ന് ആധ്യാത്മികമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മീമാംസയാണ് ഇസ്ലാമിക ദർശനത്തിനുള്ളത്. അങ്ങനെ മാനവികവും പ്രകൃതിപരവും പരിസ്ഥിതിപരവുമായ ചിന്തകളെ മുഴുവനും ലോകത്ത് ഉണർത്തിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ സന്ദേശങ്ങളുടെ വരിഷ്ഠമായ പാഠങ്ങളെയാണ് നാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലോക ശിശുദിനം വന്നാലും അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം വന്നാലും മാതൃദിനം വന്നാലും ഏതൊക്കെ ദിനങ്ങൾ വന്നാലും അതാതു ദിനങ്ങൾക്കനുസൃതമായ സന്ദേശങ്ങളെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് നേരത്തെ തന്നെ കാലയെ കൂട്ടി പഠിപ്പിച്ചിട്ട് പോയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മതാചാര്യന്മാരുടെ മഹനീയമായ സന്ദേശങ്ങളെയും അവർ ലോകത്തിന് നൽകിയ പാഠഭാഗങ്ങളെയുമാണ് നാം ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ വർഗവ്യതിയാനങ്ങളുടെയോ വംശവ്യത്യാസങ്ങളുടെയോ ആദർശ സംഘടനകളുടെയോ വേദിയല്ല രൂപപ്പെടേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശദാംശങ്ങളിലേക്ക് കടക്കുവാനുള്ള സമയമില്ല. അതുകൊണ്ട് ആഗോളതലത്തിൽ ഇസ്ലാമിക സംസ്കൃതിയുടെയും അതുപോലെ തന്നെ മഹനീയമായ ദർശനങ്ങളുടെയും എതിരെ യുദ്ധം വന്നപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം തങ്ങൾക്കെതിരെ ഡെൻമാർക്ക് പ്രസിദ്ധീകരിച്ച കാർട്ടൂണിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലും ഒരു വാറോലയുടെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ പത്തനംതിട്ടയിലും തൊടുപുഴയിലും ശാസ്താംകോട്ടയിലും വാറോലകളും പുസ്തകങ്ങളും ലഘുലോകികളും പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു അമുസ്ലിം സഹോദരൻ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിച്ചത് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതാണ് ജാജ്വല്യമായ ഇസ്ലാമിന്റെ പ്രോജ്വലമായ പ്രഭാവങ്ങളെ പ്രാപഞ്ചികമായി അവതരിപ്പിച്ച പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന് മൂടുപടമിടാൻ ഏതെങ്കിലും പേടയുന്തികളുടെ ലേഖനങ്ങൾക്കോ അവരുടെ പരാമർശങ്ങൾക്കോ അവരുടെ സമർപ്പണങ്ങൾക്കോ സാധ്യമല്ല എന്നതാണ് ലോകം തെളിയിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയുമോ? അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മിനാരങ്ങൾക്കെതിരെ പ്രവർത്തനം നടത്തിയ ഒരാളുണ്ടായിരുന്നു. അതായത് ലോകത്തുള്ള മിനാരങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഡാനിയൽ സ്ട്രൈസ് എന്ന് പറയുന്നയാൾ രേഖപ്പെടുത്തുകയാണ്. സ്വിസ് പീപ്പിൾ പാർട്ടിയിലെ മെമ്പറാണ്. അവിടെയുള്ള ഇസ്ലാമിക ആരാധനാലയങ്ങളുടെ മിനാരങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുരംഗത്തിറങ്ങിയ ആളാണ്. പള്ളി മിനാരങ്ങൾ തച്ചു തകർക്കണമെന്നും ഇസ്ലാമിന്റെ ഉയർന്നു നിൽക്കുന്ന കമാനങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗപ്രവേശനം ചെയ്ത മിനാരങ്ങൾക്കെതിരെ സമരഗോതയിലിറങ്ങിയ സഹോദരൻ ഇസ്ലാമിന്റെ സൗകുമാര്യത കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സമീപകാലത്ത് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെരിയാർ ദാസ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ മനഃശാസ്ത്ര ഗവേഷകൻ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായത് ബ്യൂട്ടിഫുൾ റിലിജിയൻ, മനോഹരമായ മതമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. വിമർശന പഠനവുമായി ഇന്നേ വരെ ആരൊക്കെ ഇസ്ലാമിനെ സമീപിച്ചിട്ടുണ്ടോ, പ്രവാചകനെ സമീപിച്ചിട്ടുണ്ടോ, അവരെല്ലാം ഒന്നുകിൽ ഇസ്ലാമിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സൗകുമാര്യതയെ മനസ്സിലാക്കുകയോ ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പരിശുദ്ധമായ ഖുർആനിന് വിമർശനാത്മകമായ പഠനം നടത്തി. അദ്ദേഹം ഒരുപാട് പരിശോധിച്ചു നോക്കി. ഈ പരിശുദ്ധമായ വേദഗ്രന്ഥത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേവല വാചകങ്ങളായി പരിമിതപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. അവസാന ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂക്തമെത്തിയപ്പോ മോറിസ് ബുക്കായി അവിടെ നിന്നു. എന്നിട്ട് ആലോചിക്കുകയാണ്, പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ ഒരു മനുഷ്യന് കഴിയുമോ? അദ്ദേഹം പരിശോധിച്ചു നോക്കി. ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മോഡേൺ സയന്റിഫിക് പ്രൂഫുകളെ പറയാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. ഖുർആൻ ഒരു മാനുഷിക വേദമല്ല, ദൈവദത്തമായ പ്രത്യേക ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ലിയോപോൾഡ് വൈസ് ആരായിരുന്നു? പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടയാളായിരുന്നു ലിയോപോൾഡ് വൈസ്. അദ്ദേഹം ആഗോള ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ സഞ്ചാരം നടത്തി. അദ്ദേഹത്തിന്റെ മക്കയിലേക്കുള്ള പാത റോഡ് ടു മക്ക എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകം പലരും വായിച്ചിട്ടുണ്ടാകാം. ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ കടന്നുപോയി സംസ്കാരങ്ങളുടെ ഭൂമിയിലൂടെ മധ്യപൗരത്യ രാജ്യങ്ങളിലൂടെ അറബ് മരുഭൂമികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ റോഡ് ടു മക്ക എന്ന പുസ്തകം വായിക്കാത്തവർ സാഹിത്യകാരന്മാരും എഴുത്തുകാരും ആലോചകരുമായ ആളുകൾ വളരെ കുറവായിരിക്കും. സഞ്ചാര സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കൃതിയായിരിക്കാം അദ്ദേഹത്തിന്റെ റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് കടന്നു വരുന്ന മണ്ണ് ഊനകൾക്ക് നടുവിൽ കിടന്ന അനുഭവം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ലിയോപോൾഡ് വൈസ് മക്കയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹം മുഹമ്മദ് അസദായിട്ട് മാറുകയാണ് ചെയ്തത് എന്നതാണ് ചരിത്രം. അദ്ദേഹത്തിന്റെ ഇസ്ലാം അറ്റ് ക്രോസ് റോഡ്സ് എന്ന് പറയുന്ന പുസ്തകം ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും അതിന്റെ പരിഭാഷയൊക്കെ ലഭിക്കാനുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. പരിശുദ്ധമായ ഇസ്ലാമിനെ ഓഥന്റിക്കായി പഠിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഖാലിദ് ലത്തീഫ് ഗൗബയാരാണ്? ഇസ്ലാമിനെ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. ഹൈക്കലിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയ ആളാണ്. അദ്ദേഹം ആദ്യം ഇസ്ലാമായി
സാധ്യമായിരുന്നില്ല. അതുപോലെ എത്രയോ ആളുകൾ രാജാവിനോടിയാരായിരുന്നു ഇസ്ലാമിന്റെ ആഗോളപരമായ ചലനങ്ങളെയും പ്രാപഞ്ചികമായ ദർശനങ്ങളെയും ഖുർആനിക വീക്ഷണങ്ങളെയും ആധികാരികമായി പഠിച്ചയാളായിരുന്നു. ഇസ്ലാമിനെ പഠിക്കാനിറങ്ങിയ ആളുകൾ മുഴുവനും ഒന്നുകിൽ ഇസ്ലാം നല്ല മതമാണെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കഴുത്തിൽ അണിയുകയോ ചെയ്യുകയല്ലാതെ ഒരാളെയും നമുക്ക് കാണാൻ കഴിയില്ല. അന്ധമായ വിമർശനങ്ങളുടെ കൂരിരുട്ടിൽ നിന്നുകൊണ്ട് തപ്പിത്തടയുന്നവരല്ലാതെ ഇസ്ലാമിന്റെ പ്രഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ ഗാന്ധിജി ഇസ്ലാമിനെ പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞു. അവിടുത്തെയുടെ ശിഷ്യനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പാർലമെന്ററി സംവിധാനം നമ്മുടെ സ്വതന്ത്ര രാജ്യത്തിന് ഉണ്ടാകണമെന്ന് ആശിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ചിന്തയും ബോധവുമുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിനെ മനസ്സിലാക്കി. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ സിന്തസിസ് ഓഫ് ട്രഡിഷനിലൂടെ രാജ്യത്തിന് സംഭാവന ചെയ്ത പ്രമുഖ മതങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യൻ സംസ്കാരത്തിന്റെയും സംസ്കൃതിയുടെയും നടപടികളുടെയും എല്ലാം നല്ലൊരു സംഭാവന ഇവിടെ കച്ചവടാർത്ഥവും പ്രബോധനാർത്ഥവും കടന്നു വന്ന അറബികളിൽ നിന്നുകൂടി നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഒരു ഭാഗത്ത് ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും വിദണ്ഡവാദത്തിന്റെയും സ്ഫോടനവാദത്തിന്റെയും മറവിൽ വെടിവെക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നാം വേണ്ടത് ആയുധവേട്ടയല്ല, പ്രതിരോധങ്ങളല്ല, മറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തണം, ഹിസ്റ്ററിക്കലായി ബോധ്യപ്പെടുത്തണം. ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരമുണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, പരിശുദ്ധമായ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ മറവിലേക്ക് അകപ്പെടുത്തിയിട്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോ ഇസ്ലാം ഉയർത്തിപ്പിടിച്ച സമാധാന സന്ദേശങ്ങളെ അക്കമിട്ട ചരിത്രത്തിന്റെ പ്രമാണങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്തെ ഡൽഹി സൽത്തനത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരാ? മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അവിടുന്ന് ഔറംഗസീബോ അതുപോലെയുള്ള അക്ബറോ ഔറംഗസീബോ ഷാജഹാനോ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തെ മുഴുവനും ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വിചാരിച്ചാൽ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമായിരുന്നോ? പറ്റില്ലായിരുന്നു. പക്ഷേ അവർ ആഗ്രഹിച്ചില്ല. കാരണം ഇസ്ലാമിലേക്ക് കമ്പൽഷനോടുകൂടി ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാമിനെ പഠിക്കുകയും അറിയുകയും ചെയ്തിട്ട് വരട്ടെ എന്ന് മാത്രമാണ് അവർ വിചാരിച്ചത്. അവർ കേവലം ഭൗതികന്മാര് മാത്രമായിരുന്നില്ല. ഔറംഗസീബ് തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു. ഔറംഗസീബിന്റെ മകൾ സീനത്ത് ബീഗം പരിശുദ്ധമായ ഖുർആനിന് സീനത്തു തഫാസിർ എന്ന പേരിൽ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ പെൺകുട്ടിയായിരുന്നു. ആ സീനത്ത് ബീഗത്തിന്റെ പേരിൽ ഇന്നും ഡൽഹിയിൽ ഒരു പള്ളിയുണ്ട്. നിങ്ങൾക്കറിയുമോ? അങ്ങനെ മതനിഷ്ഠയോടുകൂടി ജീവിച്ച ഔറംഗസീബ് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ അന്നത്തെ കാലത്തെ മതവീക്ഷണങ്ങളാണ് ഫതാവ ആലംഗീരി എന്ന പേരിൽ ആഗോളതലത്തിൽ ഇസ്ലാമിക വിഷയങ്ങളുടെ നിർദ്ധാരണ ഗ്രന്ഥമായി വിലയിരുത്തപ്പെടുന്നത്. ആ മഹത്തായ ഗ്രന്ഥം പോലും ഇന്നും പ്രാമാണികമായി ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോ ചോദിക്കട്ടെ, ഔറംഗസീബ് ആഗ്രഹിച്ചിരുന്നവോ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുവാൻ? ഇല്ല. ഇവിടെ ഒരുപാട് മതവിശ്വാസികളും ഒരുപാട് ചിന്താധാരകളുമുള്ള നാടാണ്. ഇവിടെ സുതാര്യമായ പ്രചാരണ പ്രവർത്തനങ്ങളല്ലാതെ നിർബന്ധമായ മതപരിവർത്തനങ്ങളെ അവർ ആഗ്രഹിച്ചില്ല. അതേ സമയത്ത് ഞാൻ പറയട്ടെ, വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ഞാൻ എഴുതിയതല്ല, ഒരു മുസ്ലിം എഴുതിയതല്ല. മിനിൻ പെരീരയും ജെറമി സീബ്രൂക്കും എഴുതിയ വെസ്റ്റേൺ പാരസൈറ്റ്സ് എന്ന പുസ്തകം പരാന്ന ഭോജികൾ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ വായിക്കാൻ ലഭിക്കുന്ന പുസ്തകമാണ്. ക്രൈസ്തവ യൂറോപ്പ് ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ ചെയ്ത സേവനങ്ങളാണ് അതിലുള്ളത്. എന്തായിരുന്നു സേവനങ്ങൾ? പള്ളികളിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ മനുഷ്യരെ പള്ളിയടക്കം കത്തിച്ചു കളഞ്ഞ പാരമ്പര്യമാണ് അവിടുന്ന് വെസ്റ്റേൺ പാരസൈറ്റ്സിലൂടെ ജെറമി സീബ്രൂക്കും മിനിൻ പെരീരയും എഴുതി വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ പേരിൽ ഇവിടെ ക്രൈസ്തവ മതം തീവ്രവാദത്തിന്റെ മതമായി എവിടെയെങ്കിലും ചിത്രീകരിക്കപ്പെടുകയോ വേട്ടയാടപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സമാധാനകാംക്ഷികളായ ഇസ്ലാമിക ദർശനത്തിന്റെ ആളുകൾ ഐഡിയോളജിക്കലായി ഇസ്ലാമിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ യൂറോപ്പ് വിശ്വാസപരമായോ ദാർശനികപരമായോ ആശയപരമായോ ആദർശപരമായോ ഇസ്ലാമിക വീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ ഇറക്കി നോക്കി. ഒന്നും വിജയിച്ചില്ല. അവസാനം വിശ്വാസിയുടെ ചങ്കിലെ ചോരയായ പ്രവാചക പ്രവീണരെ മുറിപ്പെടുത്തിയാൽ കുറെ മുസ്ലിങ്ങളെങ്കിലും വേദനിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അതിന്റെ തുടർ ലേഖനങ്ങളാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ വിശ്വാസികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം കരുതലോടെ മുന്നേറേണ്ട കാലമാണിത്.
കുരിശ് യുദ്ധത്തിന്റെ ഇന്നലകളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അവിടെ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ശക്തി ദുർഗങ്ങളെ കുറിച്ച് നാം വായിക്കണം. വൈജ്ഞാനിക സവര്യകളിൽ നിന്ന് തെരുവിലേക്ക് മുസ്ലിം സമുദായത്തെ പിടിച്ചിറക്കിയ ദുശക്തികളെ കുറിച്ച് നാം പഠിക്കണം. കാരണം എന്താണ്? നാം ഇവിടെ വൈകാരികമായി പ്രതികരിക്കേണ്ടവരല്ല. വിചാര വിപ്ലവത്തിലൂടെ മുസ്ലിം സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാണ്. കാരണം മുസ്ലിം സമുദായം ഇവിടെ വിദ്യാഭ്യാസം നേടിയാൽ, ബുദ്ധിയുള്ളവരായി മാറിയാൽ, നല്ലവരായി വളർന്നാൽ, രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വന്നാൽ ഈ മുസ്ലിം സമുദായത്തെ ബുദ്ധിപരമായി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി വൈകാരികമായി നമ്മെ തെരുവിലിറക്കേണ്ടത് ഏതൊക്കെയോ ശക്തികളുടെ താല്പര്യമാണ് എന്ന് നാം പഠിക്കണം. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെയും റാസി ഇമാമിന്റെയും ഇബ്നു സീനയുടെയും ഫാറാബിയുടെയും കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ മുസല്ലയും തസ്ബീഹുമാലയും ഖുർആനും മാത്രമല്ല ഉണ്ടായിരുന്നത്, ടെലസ്കോപ്പും ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും ഉണ്ടായിരുന്നു. അവിടുന്ന് മഹാന്മാരായ പണ്ഡിത കേസരികൾ മുസല്ലയിൽ നിന്ന് നിസ്കരിച്ചിട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ടെലസ്കോപ്പിലൂടെയും ടെലസ്കോപ്പിലൂടെയും മൈക്രോസ്കോപ്പിലൂടെയും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയവരായിരുന്നു. അതുകൊണ്ടാണ് ബഗ്ദാദിന്റെയും സ്പെയിനിന്റെയും കോർദോവയുടെയും ചരിത്രം നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾക്കറിയുമോ, ബഗ്ദാദ് വൈജ്ഞാനിക സഭയുടെ കേന്ദ്രമായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രശാഖകളുടെയും അത്തിവാരങ്ങളെയും അടിസ്ഥാന നിയമങ്ങളും രൂപപ്പെട്ടത് ബഗ്ദാദിൽ നിന്നാണ്. ലോകൃതം ടേബിൾ എവിടെ നിന്ന് വന്നതാണ്? അൽ ജബർ വൽ മുഖാബല എവിടെ നിന്ന് വന്നതാണ്? വാന നിരീക്ഷണം തുടങ്ങി വെച്ചത് ആരാണ്? മൈക്രോബയോളജി തുടങ്ങി വെച്ചത് ആരാണ്? കെമിസ്ട്രിയുടെ അസ്ഥിവാരമിട്ടത് ആരാണ്? അതുപോലെ തന്നെ നാനോ ടെക്നോളജിയിലേക്ക് പോകാനുള്ള അടിസ്ഥാന നിയമങ്ങളെ കൊണ്ടുവന്നത് ആരാണ്? വാന നിരീക്ഷണത്തിന്റെ ഉപാധികളെ കുറിച്ച് പഠിച്ചത് ആരാണ്? ഓപ്പറേഷനെ കുറിച്ച് ബയോളജിക്കൽ ഗവേഷണം നടത്തിയത് ആരാണ്? നിങ്ങൾ സൈറ്റുകളിൽ കടന്നിട്ടൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്ന് പഠനം നടത്തിയ പണ്ഡിത മഹാന്മാരായ ആളുകളാണ്. ബയോളജിയുടെയും സുവോളജിയുടെയും ബോട്ടണിയുടെയും അനാറ്റോമിയുടെയും ആസ്ട്രോണമിയുടെയും അതുപോലെയുള്ള ലോകത്തുള്ള ശാസ്ത്രശാഖകൾക്ക് മുഴുവനും അത്തിവാരമിട്ടത് മുസ്ലിം പണ്ഡിത കേസരികളായിരുന്നു എന്ന് ഇന്നലത്തെ ഗോൾഡൻ ഹിസ്റ്ററിയിൽ നാം വായിക്കുകയാണ്. ബഗ്ദാദിന്റെ ചരിത്രത്തിൽ നിന്ന്, കോർദോവയുടെ ചരിത്രത്തിൽ നിന്ന്, സ്പെയിനിന്റെ ഇന്നലകളിൽ നിന്ന്. എന്നാൽ കോർദോവയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ ഗ്രന്ഥങ്ങൾ, ബഗ്ദാദിൽ നിന്ന് കടൽ വഴി കടത്തിക്കൊണ്ടുപോയ ലേഖനങ്ങൾ, ഗ്രന്ഥശേഖരങ്ങൾ ഇതായിരുന്നു യൂറോപ്പിന്റെ കയ്യിലുണ്ടായിരുന്നത്. യൂറോപ്പിൽ ഗ്രന്ഥാലയം ഉണ്ടായിരുന്നില്ല. മുസ്ലിംകൾക്ക് യൂണിവേഴ്സിറ്റി ഉള്ളപ്പോൾ, അവിടുന്ന് ബഗ്ദാദിൽ യൂണിവേഴ്സിറ്റിയും ഗവേഷണാലയവും ഉള്ളപ്പോ പടിഞ്ഞാറിന്റെ കയ്യിൽ 10 ലേഖനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കൊള്ളയടിച്ചിട്ട് മുസ്ലിം സമുദായത്തെ തെരുവിലേക്ക് ഇറക്കിയാൽ ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ബുദ്ധിജീവികളാകാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അത് സംഭവിക്കുകയും ചെയ്തു. മുസ്ലിം സമുദായത്തെ മുഴുവനും ഗോദയിലേക്ക് ഇറക്കിയിട്ട് ഗവേഷണാലയങ്ങൾ അവർ പിടിച്ചടക്കി. അങ്ങനെ ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി മാറാൻ അവർ ശ്രമിച്ചു. പക്ഷേ കാലത്തിന്റെ കർട്ടനുകൾ എല്ലാം മറച്ചു വെച്ചില്ല. അൽ ഗസാലി അൽ ഗൈദ് എന്ന് പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിതരായി. ബഹുമാനപ്പെട്ട അബൂബക്കർ റാസിയെ അൽ വൈസ് എന്ന പേരിൽ പരിചയപ്പെടുത്താൻ അവർ നിർബന്ധിതരായി. ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയമായി പറയാനുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ മക്കൾ അരമനകളിൽ നിന്ന് പഠിച്ചാൽ പോരാ, തെരുവിലിറങ്ങിയിട്ട് യുദ്ധം നടത്തേണ്ട സമയമാണെന്ന് തിരിച്ചറിഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുടെയും നേതൃത്വത്തിൽ ഹൈദരാബാദിൽ വെച്ച് നടന്ന സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററി നാം പഠിച്ചു നോക്കണം. വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നമ്മളുടെ കയ്യിൽ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്താണ് മക്കളെ കാര്യം? രാജ്യം ഭാരതത്തിന്റെ കൈപ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ വിജ്ഞാനത്തിന്റെ സമവാക്യങ്ങളും കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളും നേടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്ന് ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. മുസ്ലിം സമുദായത്തിന്റെ മക്കൾ വിദ്യാലയങ്ങൾ ഒഴിവാക്കിയിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്ത പണ്ഡിത കേസരികൾ ഏത് മതത്തിന്റെ ആളുകളാണ്? അങ്ങ് നോക്കൂ, മലബാറിന്റെ മണ്ണിൽ തേജസ്വികളായ പണ്ഡിതന്മാരുണ്ട്, സാത്വികന്മാരായ ആത്മീയ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ മതപാഠശാലകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പടിഞ്ഞാറിന്റെ തീ തുപ്പുന്ന ടാങ്കറുകൾക്ക് മുമ്പിൽ പെരുമാറ് കാണിച്ച മഹോന്നതന്മാരായ പണ്ഡിത കേസരികളുണ്ട്. അതുപോലെ തന്നെ തകർക്കപ്പെട്ട മുസ്ലിം വിദ്യാലയങ്ങളുണ്ട്, അടച്ചുപൂട്ടപ്പെട്ട പള്ളികളുണ്ട്. അങ്ങനെ എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും
വേണ്ടി പടക്കളത്തിലേക്ക് ഇറങ്ങിയ മുസ്ലിം മക്കൾ. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതി നേരിട്ടു. സ്വതന്ത്ര ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു ഒരു വിഭാഗം. മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് യുദ്ധം ചെയ്തിട്ട് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഭരിക്കാൻ വിദ്യാഭ്യാസമുള്ളവർ വേണം, അതുകൊണ്ട് ഞങ്ങൾ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് പടിഞ്ഞാറും കിഴക്കും പോയി വിദ്യാഭ്യാസം നേടിയ ആളുകൾ പിൽക്കാലത്ത് ഭരണത്തിലേക്ക് വന്നു. എന്നിട്ട് മുസ്ലിങ്ങൾക്ക് കുറ്റം കേൾക്കേണ്ടി വന്നു. നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഴി കേൾക്കേണ്ടി വന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് ഒരു കാലത്ത് പണ്ഡിതന്മാര് പറഞ്ഞെങ്കിൽ അത് വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പായിരുന്നില്ല, രാജ്യവിരോധികളോടുള്ള സമരമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെ മുഴുവനും രാജ്യത്തിന് അനുകൂലമായി നിർത്തുകയാണ് നമ്മൾ ചെയ്തത്. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. USA-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, UK-യിൽ മുസ്ലിങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക കലാലയങ്ങളും പള്ളികളും നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രം 10,000-കണക്കിന് മതസമന്വയ വിദ്യാഭ്യാസ പശ്ചാത്തലങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ മുസ്ലിം സമുദായത്തെ എന്തിന്റെയെങ്കിലും പേരിൽ തെരുവിലിറക്കേണ്ടത് പടിഞ്ഞാറിന്റെയും ദുശക്തികളുടെയും ശ്രമമാണ്. അത് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പാഠശാലകൾ വിട്ടൊഴിഞ്ഞിട്ട് തെരുവിലിറങ്ങാൻ മുസ്ലിം സമുദായത്തിന്റെ മക്കളെ നമ്മൾ തയ്യാറാകരുത്. വിജ്ഞാനമാകുന്ന അത്തിവാരത്തിനെയും സ്വത്തിനെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മെച്യൂർഡ് സൊസൈറ്റിയായി ഉയരണം. നമ്മുടെ കയ്യിൽ വിജ്ഞാനമുണ്ടാകണം, കാലത്തെ അതിജയിക്കാനുള്ള പൗരബോധമുണ്ടാകണം. സമുദായത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെയും മാനവികതയും മാനുഷികതയും അവതരിപ്പിക്കുവാനുള്ള അടിസ്ഥാന നിയമങ്ങളുടെ ബോധമുണ്ടാകണം. അതുകൊണ്ട് വിദ്യാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തെ കേരളത്തിൽ നിന്ന് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിൽ മെഡിക്കൽ കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററുകളുണ്ട്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾക്ക് സമാനമായ കലാലയ സമുച്ചയങ്ങളുണ്ട്. ഇങ്ങനെ കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിങ്ങളെ മുന്നോട്ട് പോയാൽ നയതന്ത്ര പ്രധാനമായ തലങ്ങളിൽ മുഴുവനും മുസ്ലിങ്ങൾ എത്തിപ്പെട്ടേക്കുമെന്ന് ഭയക്കുന്ന ആളുകളാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കാര്യം പറഞ്ഞ് ഈ മുസ്ലിം സമുദായത്തിന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ സംഘടനത്തിന് തെരുവിലേക്ക് വിളിക്കുന്നത്. നാം ബുദ്ധിയില്ലാത്തവരായി തെരുവിലിറങ്ങാൻ പാടില്ല. നാം വിവേകമുള്ളവരായി വിദ്യാഭ്യാസം നേടണം. നാം കാര്യബോധമുള്ളവരായി വിഷയങ്ങളെ വിലയിരുത്തണം. ഇതൊരു വിപ്ലവാത്മകമായ കേവലമായ താൽക്കാലിക വികാരങ്ങളുടെ സൃഷ്ടിയല്ല. അതുകൊണ്ട് ബോധവും വിദ്യാഭ്യാസവുമുള്ള എന്റെ അനുവാചകരോട് പറയട്ടെ, എന്റെ വിദ്യാഭ്യാസ ബോധമുള്ള സമകാലിക വിജ്ഞാനത്തോട് താദാത്മ്യം പുലർത്തുന്ന യുവജനങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടത് വിപ്ലവത്തിന്റെ തീപ്പൊരികളല്ല, നമുക്ക് വേണ്ടത് വിവേകത്തിന്റെ ജാജ്വല്യമായ ചരിത്രമാണ്, അല്ലെങ്കിൽ നാളുകളാണ്. രണ്ടുമാണ് നാം രൂപപ്പെടുത്തേണ്ടത്. നാം അവിടെ എന്തെങ്കിലും കാള പറ്റുമോ എന്നറിയുമ്പോഴേക്ക് കയറെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഓടേണ്ടവരല്ല. നാം വിവേകപൂർവമായി കാര്യങ്ങൾ വിലയിരുത്തേണ്ടവരാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തിന്റെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും ആവശ്യമായ തലങ്ങളെ സ്വായത്തമാക്കിയിട്ട് നാം ബുദ്ധിപരമായ മുന്നേറ്റത്തിന് തയ്യാറാകണം. അതിനാണ് SSF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് SYS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാണ് ഖമറുൽ ഉലമാ കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളെ മുഴുവൻ ശ്രമിക്കുന്നത്. ഏതെങ്കിലും നടന്ന വിപ്ലവങ്ങളെ ഊതിപ്പെരിപ്പിച്ചിട്ട് കാന്തപുരം ഉസ്താദ് എവിടെയും ഒരു പ്രസംഗം നടത്തിയിട്ടില്ല. സമുദായത്തിന് ആവശ്യമുള്ളത് വിപ്ലവത്തിന്റെ തീപ്പൊരികളല്ല, വിദ്യാഭ്യാസത്തിന്റെ വിവേകമാണെന്ന മഹാനവറുകൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയും, അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയും നീണ്ടു നിവർന്നു കിടക്കുന്ന 10,000-കണക്കിന് മത ഭൗതിക വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ കാര്യദർശിയാണ് കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാർ. എവിടെയെങ്കിലും നടക്കുന്ന സംഘടനകളെയോ എവിടെയെങ്കിലും നടക്കുന്ന വർഗീയ കലാപങ്ങളെയോ ഊതിപ്പെരിപ്പിച്ച് യുവജനങ്ങളെ തെരുവിലിറക്കിയാൽ നമ്മുടെ യുവത്വം നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ കാന്തദർശിത്വമുള്ള പണ്ഡിത കേസരിയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം താൽക്കാലികമായ വിപ്ലവത്തിന്റെ ജ്വാലകൾ ഇവിടെ വിജയിച്ചിട്ടില്ല എന്ന കേരളത്തിൽ ഒരുപാട് സംഘടനകളുടെ ചരിത്രമുണ്ട്, എണ്ണി പറയേണ്ടതില്ല. ഊതിപ്പെരിപ്പിച്ച വിപ്ലവങ്ങളല്ല വേണ്ടത്, വിവേകമുള്ള മുന്നേറ്റങ്ങളാണ്. നമ്മുടെ കയ്യിൽ മരുന്ന് വേണം, അത് വിദ്യാഭ്യാസമാണ്. നമ്മുടെ കയ്യിൽ വിവേകം വേണം, അത് രാഷ്ട്രബോധമാണ്. നമ്മുടെ മുമ്പിൽ കരുത്തുള്ള കാൽവെപ്പുകൾ വേണം, അത് ബുദ്ധിപരമാകണം. അല്ലാതെ എടുത്തുചാട്ടം നമ്മുടെ മതത്തിന്റെ ശൈലിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ 10 കൊല്ലം ക്ഷമാപൂർവ്വം ഇസ്ലാമിക പ്രചരണം നടത്തി മക്കയിൽ. അവിടെ പ്രതികരിച്ചവരോട് പ്രതികരിച്ചത് ശാന്ത സമീപനത്തോടുകൂടിയായിരുന്നു.
കാരണം ഇവിടെ ചിലത് ചെയ്യാനുണ്ട്. ആരടാന്ന് ചോദിക്കുമ്പോൾ ഞാനിടാന്ന് പറഞ്ഞിട്ട് അസ്തമിക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. തൽക്കാലം ആരടാന്ന് ചോദിക്കുമ്പോൾ ബുദ്ധിപൂർവ്വം ഞാനിടാന്ന് തെളിയിച്ചു കൊടുക്കുവാനുള്ള വിദ്യാഭ്യാസവും ബോധവും സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. 10 കൊല്ലം മക്കയിൽ ശാന്തമായി സമാധാനത്തോടുകൂടി ഇസ്ലാമിക പ്രചരണത്തിന്റെ അത്തിവാരങ്ങൾ ഉണ്ടാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിൻവാങ്ങുന്നതിൽ ബുദ്ധിശൂന്യതയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. 450 കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ പടവാൾ ഉയർത്തിയപ്പോ അല്ലയോ ഉമർ ബിൻ ഖത്താബ്, അല്ലയോ ഹംസത്തുൽ കർറാറെ, അല്ലയോ ഖാലിദ് ബിൻ വലീദ്, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട് വരൂ കൊലയ്ക്ക് പകരം കൊലയാണെന്ന് പ്രസംഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നില്ല. വാളോട് വാളുരുമട്ടെ എന്ന് പ്രഖ്യാപിച്ചില്ല. മക്കായുടെ മരുപ്പറമ്പിൽ യുദ്ധത്തിന്റെ തീജ്വാലകൾ ഉയരട്ടെ എന്ന് പറഞ്ഞില്ല. നമുക്ക് കടന്നു വരാമെന്ന് പറഞ്ഞ് ശാന്തിയോടെയും സമാധാനത്തോടെയും മക്ക എന്ന ജന്മനാട്ടിൽ നിന്ന് വീടും കുടുംബവും സ്വത്തും മുഴുവനും മാറ്റിവെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. സമാധാന വിപ്ലവത്തിന്റെ ആഗോള ജാലകത്തിൽ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തേണ്ട സുമോഹനമായ ചിത്രമായിരുന്നു മദീനയിലേക്കുള്ള യാത്ര. അവിടെ ചെന്നപ്പോഴും ശാന്തമായി ഇസ്ലാമിക പ്രചരണം നടത്തി. അവിടെയും നിൽക്കക്കള്ളിയില്ല എന്ന് കണ്ടപ്പോ മദീനയുടെ പുറത്തേക്ക് മാറി. കാരണം മദീന നിവാസികളോട് ഉടമ്പടി ഉണ്ടായിരുന്നു. ഈ മദീനയിൽ നിന്നൊരു വിപത്തുമുണ്ടാകാതെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ആ ഉടമ്പടി അവർ പാലിക്കട്ടെ. മദീനയിൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് മദീനയുടെ പുറത്തുള്ള ബദറിൽ വെച്ചുകൊണ്ട് പ്രതിരോധത്തിന് വേണ്ടി, ചെറുത്തുനിൽപ്പിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊണ്ടത്. 13 പേര് ആയിരങ്ങളോട് യുദ്ധം ചെയ്തു. ലോകയുദ്ധ സമവാക്യങ്ങളെ മുഴുവനും തിരുത്തി എഴുതിയ ചിത്രമായിരുന്നു അത്. കേവലം ആയുധത്തിന്റെ വിജയമല്ല, അംഗബലത്തിന്റെ മുന്നേറ്റമല്ല, അസ്ഥിബലത്തിന്റെയും കായ്ബലത്തിന്റെയും മുന്നേറ്റമല്ല, ആദർശബോധത്തിന്റെ അജയ്യമായ കാൽവെപ്പുകളുടെ ഏറ്റവും പ്രോജ്വലമായ ഉദാഹരണമാണ് ബദറിന്റെ താഴ്വരയിൽ നിന്ന് ലോകം കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം വിപ്ലവത്തിന്റെ പിന്നാലെ എടുത്തുചാടേണ്ടവരല്ല, വിവേകത്തോടെ കാര്യങ്ങളെ വിലയിരുത്തേണ്ടവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്രയേലുകാരൻ ആ രാജ്യമുണ്ടാക്കിയത് സംഘട്ടനം നടത്തിയിട്ടാണോ? അല്ല, ഇസ്രയേലുകാരൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. മധ്യപൗരത്യ രാജ്യത്തിന്റെ നടുവിൽ ജൂതന്മാർക്കൊരു രാജ്യമില്ലായിരുന്നു. ജൂതന്മാർക്കൊരു രാജ്യമില്ലാതെ വന്നപ്പോ അത് മുസൽമാന്റെ രാജ്യത്തിന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ടാക്കിയത്. ഒരു ഭാഗത്ത് വിപ്ലവത്തിന് വേണ്ടി പോയ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഒരു വിവേകത്തിന്റെ കൗശലം ഉപയോഗിച്ചതായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം ഇനിയും ബോധപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപാട് വില നാം കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടവരാണ്. SSF എന്ന് പറയുമ്പോ 37 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഒരു പ്രസ്താവനയിലോ ഒരു പ്രഖ്യാപനത്തിലോ രാജ്യത്തിന്റെയോ ഇസ്ലാമിന്റെയോ നിയമത്തിനെതിരായി ഒരു വാക്കുപോലും വന്നിട്ടില്ലാത്ത സംഘടന. ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, SSFകാരൻ എവിടെയും ഒരു വിപ്ലവത്തിന്റെ പിന്നിൽ പോയില്ല, എവിടെയും തീപ്പന്തം ഉയർത്താൻ പോയില്ല. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് എന്ന മഹനീയമായ മുദ്രാവാക്യത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന മെഡിക്കൽ, എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പ് ഉള്ള പ്രസ്ഥാനമാണിത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണിത്. സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന പേരിൽ മുസ്ലിം സമുദായത്തിൽ IASകാരും IFSകാരും IPSകാരും ഉണ്ടാകണം എന്ന വിവേകത്തോടുകൂടി സ്കൂൾ ഓഫ് സിവിൽ സർവീസ് നടത്തുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, SSFകാരൻ 37 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക നിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന, പ്രവാചക പ്രേമം ജീവവായുവായി എടുത്ത, സമാധാനത്തോടെ വിഷയങ്ങൾ വിലയിരുത്തുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പക്വതയോടെ പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും ചൊൽപ്പിടിക്കുകയിൽ കൊണ്ടുപോകാൻ ഇസ്ലാമിക സിംബലുകൾ പണയം വെച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 37 കൊല്ലമായി യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കോളേജുകളിൽ കയറിയിറങ്ങിയപ്പോൾ തൊപ്പി മാറ്റിവെക്കേണ്ടി വന്നില്ല.
തലപ്പാവ് മാറ്റിവെക്കേണ്ടി വന്നില്ല. ഇസ്ലാമിക സിംബലുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഏക വിദ്യാർത്ഥി സംഘടനയേത്? നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ കലാലയങ്ങളിലും കലാലയത്തിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്. എന്റെ സഹപാഠികളും സഹപ്രവർത്തകരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ കലാലയത്തിന്റെ നറുമുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ തലപ്പാവ് തടസ്സമായില്ല, ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊപ്പി തടസ്സമായില്ല. അങ്ങനെ ഇസ്ലാമിക സിംബലുകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ സെക്യുലറിസ്റ്റ് രാജ്യത്തിന്റെ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ? ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അഖിലാണ്ട ജനങ്ങളെക്കാളും സർവസ്വങ്ങളെക്കാളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നതുവരെ നമ്മുടെ ആരുടെയും വിശ്വാസം സമ്പൂർണ്ണമല്ല. ഇതുതന്നെയാണ് സുന്നി യുവജന സംഘം വിളിച്ചു പറയുന്നത്. ഇതുതന്നെയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ച് ഇസ്ലാമിക മുന്നേറ്റത്തിന് കാര്യക്ഷമമായി കാൽവെപ്പ് നടത്തുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ആഗോള പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിത കേസരികൾ, ആ പണ്ഡിത കേസരികളുടെ പക്വതയാർന്ന കാൽവെപ്പുകളോടെയാണ് ഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലോസീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് താജുൽ ഉലമാ ഉള്ളാളതങ്ങൾ എന്ന മഹനീയമായ ആത്മീയ നേതൃത്വം, ഞങ്ങൾക്കുള്ളത് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് എന്ന കാന്തദർശിത്വമുള്ള സമകാലിക മുസ്ലിങ്ങളുടെ ആഗോളതലത്തിലെ അജയ്യമായ ശബ്ദം, ഞങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എന്ന ആത്മീയ പണ്ഡിത കേസരികളിലെ അഗ്രേസരന്മാരിൽ ഒരാൾ, ഞങ്ങൾക്കുള്ളത് പൊന്മള അബ്ദുൽ ഖാദിർ ഉസ്താദ് എന്ന് പറയുന്ന തികഞ്ഞ മതപണ്ഡിത നേതൃത്വം, ഞങ്ങൾക്കുള്ളത് ആദർശ കേരളത്തിന്റെ ആത്മാവായി മാറിയ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അടക്കമുള്ള നിരവധി പണ്ഡിത കേസരികളുടെ വലിയൊരു നിര ആധികാരികമായി മതത്തെ ഓഥന്റിക്കായി കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട്, നമ്മുടെ കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട് എന്നത് അഭിമാനത്തോടെ നാം തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, SSFന്റെയും SYSന്റെയും സുന്നി സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചെറുപ്പക്കാരി വിലയിരുത്തിയേക്കാം. ഇവരെന്താ ഇവിടെയും മൗനം വീക്ഷിക്കുന്നത്, സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത്? പക്വതയുടെ കാൽവെപ്പുകൾക്ക് സാവധാനമുണ്ടാകും, അല്ലാതെ എടുത്തുചാട്ടത്തിന്റെ പോരാട്ടങ്ങൾക്ക് എടുത്തുചാട്ടമേ ഉണ്ടാകൂ. നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പക്വതയോടെ കാൽവെപ്പ് നടത്തിയത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, സ്വതന്ത്ര ഭാരതം വന്നപ്പോ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും പശ്ചാത്തലം എന്താ? വേണ്ട സമയത്ത് വിദ്യാഭ്യാസം നേടി എന്നതായിരുന്നു. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കാൻ നിരവധി മുസ്ലിം നാമങ്ങൾക്ക് കഴിഞ്ഞതെന്തുകൊണ്ടാണ്? പടിഞ്ഞാറിന്റെ ആലയത്തിൽ പോയി പാശ്ചാത്യ വിദ്യാഭ്യാസം വേണമെങ്കിൽ നേടിയിട്ട് അവർക്കെതിരെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചതിന്റെ പേരിലാണ്. മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലിയും ഫ്ലുവന്റായി ഇംഗ്ലീഷ് സംസാരിച്ച് രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പക്വതയും രാഷ്ട്രബോധവും വിദ്യാഭ്യാസവുമുള്ള നല്ലൊരു തലമുറയെ പാകപ്പെടുത്തിയെടുക്കാനാണ് മർക്കദുസ് സഖാഫത്ത് സുന്നിയ 10,000 വിദ്യാർത്ഥികളെ പോറ്റുന്നത്. കാശ്മീരിന്റെ ചോരച്ചാലിൽ നിന്ന് കേരളത്തിന്റെ നീർച്ചാലിലേക്ക് കൊണ്ടുവന്ന് മഹനീയമായ വിദ്യാഭ്യാസവും ആവശ്യമായ അവശ്യ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസമാണ് കാന്തപുരം ഉസ്താദ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏത് മുഖ്യധാരാ മാധ്യമങ്ങളാണ് അതിനെ ശ്ലാഘിക്കാത്തത്? നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിവേകവും ബുദ്ധിയും ബോധവുമുള്ള ഒരു സമുദായത്തിന്റെ സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ കേവലമായ എടുത്തുചാട്ടം നമുക്ക് അപകടമേ തരികയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുവാൻ ഏതെങ്കിലും വാറോലകളും കൊണ്ട് ആളുകൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് അതേപടിയുള്ള തിരിച്ചടിയല്ല, നമുക്ക് വിവേകമുണ്ടാകണം. ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിം വിരോധികളല്ല, ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളല്ല, ഇവിടെയുള്ള എല്ലാ മറ്റു മതക്കാരും ഇസ്ലാമിക വിരോധികളല്ല. എല്ലാ സമുദായത്തിലും പെട്ട ന്യൂനപക്ഷം ഏതെങ്കിലുമൊക്കെ ദുരന്ത ചിന്തകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ മതത്തെ എഴുതി തള്ളാൻ പാടില്ല. മുസാമ ബില്ലാദിന്റെ പശ്ചാത്തലം വെച്ചിട്ടല്ല ഇസ്ലാമിനെ അളക്കേണ്ടത്. ഗോൾവൽക്കരുടെ ചിന്ത വെച്ചുകൊണ്ടല്ല ഹൈന്ദവതയെ അളക്കേണ്ടത്. ഇങ്ങോട്ട് മാറിയിട്ട് ക്രൈസ്തവ ഭീകരന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപകടകരമായി മുന്നേറിയ ആളുകളെയോ കണ്ടിട്ടല്ല.
ഈ രാജ്യത്തെ ക്രൈസ്തവരെ വിലയിരുത്തേണ്ടത്. ക്രൈസ്തവ ദർശനത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തെ നാം പഠിക്കണം. ഹൈന്ദവ സഹോദരന്മാരുടെ മാനുഷിക മൂല്യങ്ങളെ പിടിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ച രാജ്യമാണിത്. നമുക്കിനിയും ഒരുമയോടെ മുന്നോട്ട് പോകണം. പക്ഷേ അപകടകരമായി ചിന്തിക്കുന്ന എല്ലാ മതത്തിലെയും ആളുകളെ പൊതുശത്രുവായി നമുക്ക് കാണാൻ കഴിയണം. അതുപോലെ തന്നെ രാജ്യത്തുള്ള ആളുകൾ ആ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കാൻ കഴിയണം. ഹൈന്ദവ സഹോദരന്മാരുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നമ്മൾ ഒരുമയോടെ സൗഹാർദ്ദത്തോടെ നാം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആ സൗഹാർദ്ദ സ്നേഹതലങ്ങളെ മുഴുവനും ആവഹിച്ച് നല്ല ശാന്തമായ മുന്നോട്ട് പോക്ക് നടത്തിയാൽ ഇനിയും ഒരുപാട് വിജയിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ വിഷയങ്ങളുടെ മുഴുവനും ആകത്തുക ഞങ്ങളുടെ എല്ലാ പണ്ഡിത കേസരികളും ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിന്റെ ഏറ്റവും വലിയ തലവാചകം അതാണ് ഇവിടെയും ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പ്രസ്ഥാന സങ്കുചിതത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും കയറാനുള്ളതല്ല. കലാലയത്തിന്റെ നടുവട്ടത്തിലിരുന്ന് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയോടും എഞ്ചിനീയറിംഗ് വിദ്യാലയത്തിലിരുന്നു കൊണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടുന്നവരോടും മതപാഠശാലകളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക മീമാംസയെ പഠിക്കുന്നവരോടും ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാനുള്ളത് നമ്മളെല്ലാവരും എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് പറയണം, എടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിനക്കറിയുമോ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഹാ ജാതാ ഹൈ രഹത്തെ ഹൈ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹൈ രഹത്തെ ഹൈ വ ആശിഖുൻ കസീനെ മേ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായി ജീവിക്കുകയാണ് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് സാധാരണ മാഗസിനുകളും അതുപോലെ തന്നെ പ്രിന്റഡ് പ്രസിദ്ധീകരണങ്ങൾ വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സാധാരണ നാം വാങ്ങുന്ന പ്രിന്റഡ് മാഗസിനുകളിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങളെല്ലാം, ഒരു മാസികയിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളെല്ലാം ദൃശ്യ ശ്രാവ്യ ആവിഷ്കാരമായി അടയാളപ്പെടുത്തി CD മാഗസിൻ, വിസ്മയം ഈ മാഗസിൻ എന്ന പേരിൽ ഈ മാസം മുതൽ 2 CDകൾ വിസ്മയം ഈ മാഗസിൻ എന്ന പേരിൽ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിലെത്തും. ആ രൂപത്തിൽ ഇലക്ട്രോണിക് മാഗസിൻ അതിന്റെ പ്രഥമ ലക്കം, ജൂൺ ലക്കം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. കഴിവുള്ളവരൊക്കെ വാങ്ങുകയും സ്ഥിരമായി അതിന്റെ വരിക്കാരാവുകയും വേണം. കാരണം വായിക്കാൻ നേരമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള ദൃശ്യശ്രാവ്യ ഉപാധികൾ ഉപയോഗപ്പെടുത്തി നല്ലതിനു വേണ്ടി ശ്രദ്ധിക്കാൻ കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതരും സാധാത്തുക്കളും വിദ്യാഭ്യാസ വിചക്ഷണരും അതുപോലെ തന്നെ ഡോക്ടേഴ്സും അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും എല്ലാവരും ഒത്തിരുന്ന് ഒരു മാസികയിൽ സാധാരണ നമുക്ക് ലഭിക്കുന്ന പ്രൗഢമായ ലേഖനങ്ങൾക്ക് സമാനമായ അവതരണങ്ങളും പഠനങ്ങളും അഭിമുഖങ്ങളും ഉൾക്കൊള്ളുന്ന വിസ്മയം ഈ മാഗസിൻ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവരെല്ലാം വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ് പ്രിയപ്പെട്ടവരെ നാം പഠിക്കേണ്ടത്. ആ പ്രണയത്തിലൂടെയാണ് ലോകത്തെ കീഴടക്കേണ്ടത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലൂടെയാണ് മാലോകര മുഴുവനും കീഴൊതുക്കിയത്. ഒരു വാളുമെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസൃണമായ സമീപനങ്ങളുടെ വരിഷ്ഠമായ പ്രപഞ്ചത്തിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് ഊരിപ്പിടിച്ച വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലങ്കയ്യായി മാറുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വന്നവർ സയ്യിദുൽ ഖൈൽ എന്ന് പറയുന്ന ഒരാൾ കടന്നു വരുന്നു. ആ കാലഘട്ടത്തിലെ ഭീകരവേട്ടയുടെ ആളാണ്, അല്ലെങ്കിൽ വീരപ്പന് സമാനമായ ആളാണ്. അയാള് കടന്നു വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാൻ. ഊരിപ്പിടിച്ച വാളുമായി മദീന മസ്ജിദിന്റെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിരിക്കുന്ന മുറിയുടെ അടുക്കലേക്ക് വരുമ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സയ്യിദുൽ ഖൈലാണ് വരുന്നത്, ഗജപോക്കിരിയാണ്, അകത്തേക്ക് വിടണോ നബിയേ?
അപ്പോഴാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മടിത്തട്ടിലേക്ക് മാടി വിളിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹമസ്രണമായ സമീപനങ്ങളോടെ ലോകത്തെ മുഴുവനും വരുതിയിലേക്ക് കൊണ്ടുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ബിലാലേ, സയ്യിദുൽ ഖൈലിനെ അകത്തേക്ക് വിടൂ. അവിടുന്ന് കാന്ത സ്വഭാവമുള്ള ക്രാന്തദൃഷ്ടിയോടെ കടന്നു വരുന്നയാളെ മനസ്സിലാക്കിയിട്ട് അയാളെ അടിമുടിയൊന്ന് വിലയിരുത്തിയിട്ട് അയാളുടെ നന്മയിലേക്ക് നോക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുന്നത് കടന്നു വന്നയാളുടെ നെഗറ്റീവിലേക്കല്ല, പോസിറ്റീവിലേക്കാണ്, അയാളുടെ നന്മയിലേക്കാണ് നോക്കുന്നത്. 98% തെറ്റായ പശ്ചാത്തലമുള്ള ഒരാള് 2% മാത്രമേ നന്മയുടെ പിന്നാമ്പുറമുള്ളൂ. അയാളെ നബിതങ്ങൾ വിളിക്കുന്നത് സയ്യിദുൽ ഖൈർ, നിങ്ങളെ കുതിര സവാരിക്കാരനായ സെയ്ദെന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിൽ ഞാനിതാ വിളിക്കുന്നു നന്മയുടെ സെയ്ദേ. കാരണം നീ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്യാൻ തന്റെ ഇടമുള്ളവനാണ്. നിന്നോട് യോജിപ്പില്ലാത്തവരുടെ മുമ്പിലാണെങ്കിലും കടന്നു ചെല്ലാൻ ധൈര്യമുള്ളവനാണ്. അതുകൊണ്ടല്ലേ സയ്യിദുൽ ഖൈല് ഇങ്ങോട്ട് കടന്നു വന്നത്. അതുകൊണ്ട് സ്നേഹപൂർണമായി സമിതത്തിലേക്ക് കടന്നു വന്നയാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു സയ്യിദുൽ ഖൈർ. അയാള് ജീവിതത്തിൽ ആദ്യമായി സ്തുതി കേൾക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായി നല്ല വാക്ക് കേൾക്കുകയാണ്. അയാള് കൊല്ലാൻ വന്ന വാള് മാറ്റിവെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിലിരിക്കുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുശലാന്വേഷണം നടത്തുകയാണ്. ആരോടാണ്? കഴുത്തറുക്കാൻ കഠാരയുമായി വന്ന കാട്ടറബിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ എതിരാളിയുടെ മുമ്പിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവീയമായ സ്നേഹത്തിന്റെ മാസ്മരികമായ തലങ്ങളെ ക്രിയാത്മകമായി വിന്യസിച്ചുകൊണ്ട് പറയുന്നു, സെയ്ദേ, സുഖം തന്നെയല്ലേ, ക്ഷേമമല്ലേ സെയ്ദേ? എന്നിട്ട് കുശലാന്വേഷണം നടത്തിയിട്ട് ഈ സെയ്ദിന്റെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നബിതങ്ങൾ വലിയ കൊട്ടാരവും വെപ്പാട്ടികളെയും വെച്ച് ജീവിക്കുന്നയാളാണ്, ഛത്രാധിപതിയായി ജീവിക്കുന്നയാളാണ് എന്ന് തെറ്റിദ്ധാരണയുള്ളയാളെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനോട് പറയുന്നു, സെയ്ദേ, വീട്ടിലേക്ക് പോകാം. ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത സെയ്ദിനെയാണ് കഠാരയുമായി കഴുത്തറക്കാൻ വന്ന എതിരാളിയുടെ അടുക്കലാണ്. അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുകൂട്ടിയിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, വഴിയിൽ വെച്ചെങ്ങാനും സെയ്ദ് കൂറുമാറിയാൽ, വാളൂരിയാൽ എന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമായാലോ? അതുകൊണ്ട് ഞാനും ഒന്ന് കൂടെ പോകാം. മദീനയുടെ മണൽപ്പരപ്പിലൂടെ മാനവികതയുടെ അതുല്യമായ സമവാക്യങ്ങളെ മാലോകരുടെ മനതലത്തിലേക്ക് അടയാളപ്പെടുത്തിയ, കാൽപെരുമാറ്റം നടത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ പാദസ്പർശങ്ങളിൽ പുളകമണിയുന്ന മദീനയുടെ മണ്ണിന്റെ മേലെ ഹബീബ് നടക്കുമ്പോഴാണ് മദീനെ के खित्ते खुदा तुझो को रखे गरीबों फकीरों के ठहराने वाले
മദീനയിലെ മണ്ണ് ആലംബഹീനരുടെ അവലംബമാണ്. അവിടുന്ന് അഭയമില്ലാത്തവരുടെ അഭയമാണ്. കാരുണ്യം ലഭിക്കേണ്ടവരുടെ പൂന്തോട്ടമാണ്. ഔദാര്യത്തിന്റെ ആരാമമാണ്. വിട്ടുവീഴ്ചയുടെ വിളനിലമാണ്. ആനുകൂല്യങ്ങളുടെ പറുദീസയാണ്. ആ മദീനയിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്റ്റായ സെയ്ദിന്റെ കൂടെ നടന്നു പോകുമ്പോൾ പ്രായമുള്ള ഒരു ഉമ്മ വന്നിട്ട് പറയുന്നു, നബിയേ, എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് നബിയേ. ओ क्या जूदो करम है शहबत हा तेरा, नहीं सुनता ही नहीं मांगने वाला तेरा. ആരോടുമില്ലെന്ന് പറയാതെ നന്മകൾ മുഴുവനും വിതറിക്കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗസ്റ്റിനെയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോ വഴിയിൽ നിൽക്കുന്ന വിധവയോട് പ്രായമുള്ള ഉമ്മയുടെ ആവശ്യമുന്നയിച്ചപ്പോ ഒന്ന് മാറി നിൽക്ക് തള്ളേ എന്നല്ല പറഞ്ഞത്. ഈ ഗസ്റ്റിനോട് പറയുകയാണ്, ഒരു മിനിറ്റ് നിൽക്കണേ, ഈ പാവപ്പെട്ട ഉമ്മാന്റെ ആവശ്യമൊന്ന് പരിഹരിക്കട്ടെ. അപ്പൊ ആ ഉമ്മ പറഞ്ഞു, നബിയെ, ഒന്ന് ഇങ്ങോട്ട് മാറി നിന്ന് തരുവോ? ഞാനൊന്ന് സ്വകാര്യമായി വിഷയം പറയാനാണ്. ചെറിയൊരു കാര്യമായിരുന്നു, ലളിതമായൊരു കാര്യം. ഒരു ഉമ്മാമ മുറുക്കാൻ ചോദിക്കുന്നത് പോലെ, 10 രൂപ ചോദിക്കുന്നത് പോലെ ചെറിയ ഒരു കാര്യമാണ് പ്രായമുള്ള തള്ള ചോദിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിറവേറ്റിയിട്ട് അടുത്തേക്ക് ചെന്നപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത സെയ്ദുൽ ഖൈൽ അപ്പ ആലോചിക്കുകയാണ്, ഈ നബിയാണോ ഞാൻ തെറ്റിദ്ധരിച്ചത്? അയാളുടെ മനസ്സിൽ കറക്ഷൻ വന്നു കഴിഞ്ഞു. പിന്നെയും അങ്ങ് പോകുമ്പോ സെയ്ദുൽ ഖൈൽ വിചാരിച്ചിരിക്കുന്നത് നബി തങ്ങളെ കൊട്ടാരം വെച്ച് ജീവിക്കുകയാണ്. വെപ്പാട്ടികളുണ്ടെന്ന് തെറ്റിദ്ധരിച്ചയാളാണല്ലോ. അയാളുടെ മുമ്പിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ കൊച്ചു കുടിലിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നിട്ട് അതിഥിയോട് പറയുന്നു, ഒരു മിനിറ്റ് ഇവിടൊന്ന് നിൽക്കണേ, ഞാൻ അകത്തേക്കൊന്ന് കടന്നിട്ട് ക്ലിയർ ചെയ്യട്ടെ. അറിയുമോ സഹോദരങ്ങളെ, അപ്പോഴേക്ക് അയാളുടെ മനസ്സിൽ മാറിപ്പോയി. നിശബ്ദമായ സൈലന്റ് കറക്ഷൻസ് ആണ് നടക്കുന്നത്. നിശബ്ദമായ തിരുത്തലാണ് നബിതങ്ങൾ നടത്തുന്നത്. അപ്പൊ അയാൾ ആലോചിക്കുക, ഈ നബിയാണോ കൊട്ടാരവും വെപ്പാട്ടികളെയും വെച്ച് ജീവിക്കുന്നതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്? നബിതങ്ങൾ അകത്ത് കയറിയിട്ട് സഹധർമ്മിണിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, മോളെ, 2 അതിഥികളുണ്ട് കേട്ടോ. നബിതങ്ങൾ അകത്ത് നിന്ന് വാതിൽക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മർഹബൻ ബിദ്ദുയൂഫിൽ കിറാം, അതിഥികൾക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് അകത്തേക്ക് കടന്നപ്പോ 2 തടുക്കേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുള്ളൂ. തടുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുകയില്ല. കസേരയില്ലാത്ത കാലത്ത് ആളുകൾക്ക് ഇരിക്കാനുള്ള കൊച്ചു പായാണ് തടുക്കെന്ന് പറയുന്നത്. ഈ തപ്പനയോല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ കുഞ്ഞു പായാണ് ആളുകൾക്ക് ഇരിക്കാൻ തിണ്ണയുടെ മേലെ ഇട്ടു കൊടുക്കുന്നത്. ഇപ്പോഴൊക്കെ അതുണ്ടോന്ന് തന്നെ അറിഞ്ഞുകൂടാ. ആ 2 തടുക്കുകൾ എടുത്തിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിഥികളെ ഇരുത്തുകയാണ്. ഒന്ന് സെയ്ദുൽ ഖൈൽ, രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 2 പേരും അതിഥികളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ എന്താണ് അറിയുമോ? മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അതിഥിയെ ആദരിക്കണം. അതിഥിയെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, പരലോകമോക്ഷത്തിന്റെ ഭാഗമാണ്, ഇലാഹി വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പേരെയും ഇരുത്തിയിട്ട് കുശല സംസാരം തുടങ്ങിയപ്പോൾ
ഊരിപ്പിടിച്ച വാളുമായി കഴുത്തെടുക്കാൻ കരുതി കൂട്ടിയിറങ്ങിയ സയ്യിദുൽ ഖൈൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. മുസ്തഫ ജാനെ റഹ്മത്ത് पे लाखों सलाम, शहरियारे इरम ताजुदारे हरम, नौबारे शफाअत पे लाखों सलाम. കാരുണ്യത്തിന്റെ പ്രപഞ്ചമേ, വിട്ടുവീഴ്ചയുടെ വിഹായുസേ, ഔദാര്യത്തിന്റെ ആരാമമേ, മാനവിക ഗുണങ്ങളുടെ മുഴുവനും സമ്മേളനമായ സമീക്ഷയായ തിരുനബിയെ, ലോകത്തുള്ള സർവ്വ സൽഗുണങ്ങളുടെയും സമ്മേളനമായ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമസ്രണമായ സമീപനത്തിന്റെ മാസ്മരികമായ പ്രപഞ്ചത്തിലിരുന്ന് കഠാരയും കൊണ്ട് കഴുത്തെടുക്കാൻ വന്ന കഠിന ശത്രുവത കരുണയുള്ള അനുയായിയായി പരിണമിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ഭാഷ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലോകര മുഴുവനും മാടി വിളിച്ചത് ഈ സൗഹാർദ്ദത്തിലേക്കാണ്. ലോകത്തെ മുഴുവനും സ്വാഗതം ചെയ്തത് ഈ ഒരുമയിലേക്കാണ്. അല്ലാതെ വംശഹത്യക്കോ വർഗവെറിക്കോ ഒന്നും ഇസ്ലാം പ്രചോദനം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തൊരു നേതാവിനും കിട്ടാത്ത പ്രേമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇവിടെ ഇരിക്കുന്ന സദസ്സിലെ കറകളഞ്ഞ വിശ്വാസികളോട് ചോദിക്കുക, നിങ്ങൾക്ക് സ്വന്തം വാപ്പാനോടാണോ സ്നേഹം? അതിനേക്കാൾ വലിയ സ്നേഹം റസൂലുള്ളാഹിനോടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുന്നേറ്റ് നിന്ന് 10,000 കുതിരശക്തിയോടെ ഞങ്ങളുടെ സ്വന്തം വാപ്പാനെക്കാളും ഞങ്ങൾക്കിഷ്ടം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെന്ന് ആത്മാർത്ഥമായി പറയാൻ ആളുകളുള്ള സദസ്സാണ്. ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ല, ഒരു വാക്കുപോലും നേരിട്ട് കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു നേതാവ് ആധുനാധുനികതയുടെയും ആത്മാവുകളിലെ നിറസാന്നിധ്യമായി മാറുക, ഇതല്ലയോ പ്രതിഭാസം, ഇതല്ലയോ വിസ്മയം, ഇതല്ലയോ ആശ്ചര്യം? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കൃത്യമായി കോർത്തിണക്കിയത് സ്നേഹത്തിന്റെ തന്ത്രികളെയാണ്, അനുരാഗത്തിന്റെ അലമാലകളെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും കേവലമായ താൽക്കാലിക ഭൗതിക ജീവിതത്തിന്റെ ഭ്രമങ്ങളിലേക്ക് അതിലയിക്കാതെ ആത്മീയമായ ജീവിതത്തിന്റെ തലത്തിലേക്കാണ് പോകേണ്ടത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ലമഈ, എല്ലാവരെക്കാളും ഇഷ്ടപ്പെടേണ്ട നേതാവാണ്. ഖുദാ കി റസാ ചാഹത്തെ ദോ ആലം, ഖുദാ ചാഹതാ ഹൈ റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. മാനത്തു നിന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന അമ്പിളിയും അതാ പകലോനായി വെളിച്ചം നൽകുന്ന സൂര്യനും മടിത്തട്ട് പോലെ കൊണ്ട് നടക്കുന്ന ഈ ഭൂമിയും വിസ്മയത്തിന്റെയും ആശ്ചര്യത്തിന്റെയും വാക്കുകൾക്ക് പോലും ഒതുക്കാൻ പറ്റാത്ത അന്തരീക്ഷവും വർണ്ണനകളുടെ വാനമ്പാടികൾക്ക് വരച്ചോ വഴിഞ്ഞോ ഒതുക്കാൻ പറ്റാത്ത സൗകുമാര്യതയുടെ പ്രതിഭാസമായ പ്രപഞ്ചത്തിലെ ഓരോ കണങ്ങളും എന്തിനേറെ ഒരു ഗ്ലാസ്സിൽ ഒരൽപ്പം വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തെ ഒന്ന് വർണ്ണിക്കാൻ നിനക്ക് പറ്റുമോ? അല്ലാഹുവിന്റെ അത്ഭുതത്തിന്റെ കലവറകളും നിലവറകളും ഒരുപോലെ തുറന്നു വെച്ചതല്ലേ നല്ല പച്ചവെള്ളം. ആ വെള്ളത്തിന്റെ ഭംഗിയും ആവശ്യവും പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ ഇഷ്ടദാസരായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ നമ്മുടെ വാപ്പാനെക്കാളും ഉമ്മാനെക്കാളും എല്ലാവരെക്കാളും പ്രണയിക്കണം. കാരണം എല്ലാവരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയതായി കാണാം. എന്താണെന്നല്ലേ ഇബ്നുൽ ജൗസി അടയാളപ്പെടുത്തിയത്? അതാ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് ചെല്ലുമ്പോ ഒരുപാട് ഹാജിമാരുണ്ട്, ഉംറക്കാരുണ്ട്. ഒരുപാട് ആളുകൾ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധനാനിമഗ്നരായി നിൽക്കുന്നുണ്ട്. അപ്പ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, ഇത്രയും ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ, ഇതിൽ എത്ര പേരെ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാർ, നീ എത്ര ഹാജിമാരെ അല്ലാഹു സ്വീകരിച്ചു എന്ന് ആലോചിച്ച് കിടക്കുകയാണ്. എന്നാൽ അല്ലാഹു തആല എല്ലാ ഹാജിമാരെയും സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുകയാണ്, അത് ഞാനാണോ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാത്രിയായി കിടന്നുറങ്ങിയപ്പോൾ അതാ ഒരാള് വിളിച്ചു പറയുന്നു, മാലിക് ബിൻ ദീനാറേ, എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചു, ഒരാളെ ഒഴികെ. അയാള് നിങ്ങളല്ല, ഖുറാസാൻകാരനായ മുഹമ്മദ് ബിൻ ഹാറൂനാണ്. ഉടനെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഖുറാസാൻകാരുടെ ടെന്റിലേക്ക് ചെന്നു. അവരോട് ചോദിച്ചു, നിങ്ങളിൽ മുഹമ്മദ് ബിൻ ഹാറൂൻ ആരാണ്? അതേ, മുഹമ്മദ് ബിൻ ഹാറൂൻ വലിയ ആബിദായ മനുഷ്യനാണ്. 40 കൊല്ലമായി ആരാധനയിലാണ്. 40 കൊല്ലമായി നിരന്തരം നോമ്പെടുക്കുന്ന ആളാണ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നയാളാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ. നേരെ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്നയാളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. സലാം വീട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങളാരാണ്? ഉടനെ മഹാനവറുകൾ പറഞ്ഞു, മാലിക് ബിൻ ദീനാർ, ഞാൻ മാലിക് ബിൻ ദീനാറാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അൽ ആലിമുൽ സാഹിദ്, ആലിമും സാഹിദുമായ മാലിക് ബിൻ ദീനാറാണോ? ഉടനെ ബഹുമാനപ്പെട്ടവര് മറുപടി പറഞ്ഞു, അൽ ആലിമു അല്ലാഹ് വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ് അന സാഹിദു ലിഫഖരി. അല്ലാഹുവാണ് ഏറ്റവും വലിയ ആലിം. ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ് സാഹിദായ മനുഷ്യൻ, പരിത്യാഗിയായ മനുഷ്യൻ. കാരണം രാജ്യത്തിന്റെ അധികാരം കിട്ടിയപ്പോഴും കീറപ്പായിൽ കിടന്ന മഹാനാണ്. ഞാൻ പണമില്ലാത്ത ആളായിട്ട് പരിത്യാഗിയായ ആളാണ് എന്ന താഴ്മയുടെ വർത്തമാനം അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാലിക് ബിൻ ദീനാർ തങ്ങളെ പരിചയപ്പെടുമ്പോ 40 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നയാളാണ്. 40 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ നോമ്പില്ലാത്ത ദിവസമുള്ളൂ. അങ്ങനെ നോമ്പെടുക്കുന്ന ആളാണ്. 40 കൊല്ലമായി ഹജ്ജ് മുടങ്ങാത്ത ആളാണ്. ഇത് പറഞ്ഞപ്പോ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ കണ്ടിട്ടൊരു കാര്യം പറയാൻ വന്നതാണ്, പക്ഷേ എനിക്ക് നാണം തോന്നുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പറഞ്ഞോളൂ, ഉള്ളതെന്താണെന്ന് വെച്ചാൽ. ഉടനെ മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ കൊല്ലം ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു പോയി. പക്ഷേ
നിങ്ങളുടെ ഹജ്ജ് മാത്രം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉടനെ ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് മുഹമ്മദ് ബിൻ ഹാറൂൻ പറയുകയാണ്, ഈ കഴിഞ്ഞ 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും ഹജ്ജ് കഴിയുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഇവിടെ വരും. ആ അതത് കാലഘട്ടത്തിൽ സാഹിദായിരിക്കും, ആലിമായിരിക്കും. വന്നിട്ട് എന്നോട് പറയും, എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന്. ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്. മോമിനീങ്ങളെ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളൊക്കെ ഒന്ന് അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ വിഷയം വളരെ ഹബീബിന്റെ മഹബത്തുള്ള വിഷയം പറഞ്ഞു ദുആന്ന് നമുക്ക് പിരിയാം. അങ്ങ് മേലെ നിൽക്കുന്ന മോമിനീങ്ങളും നമുക്ക് ദുആ ചെയ്യാനുള്ള മജ്ലിസാണല്ലോ. ഹബീബായ റസൂലുള്ളാഹിന്റെ മദ്ഹാണല്ലോ പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ഒരുപാട് കാലം അവിടുത്തെയുടെ പ്രണയം പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുഅ്മിനീങ്ങളെ, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, 40 കൊല്ലം ഇങ്ങനെ തന്നെയാണ്. ഓരോ കൊല്ലവും പങ്കെടുക്കുന്ന ആലിമീങ്ങളും സാഹിദീങ്ങളും പറയുന്നത്, എന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്നാണ്. ഞാൻ എന്തു ചെയ്യാനാണ്? ഉടനെ ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുന്നു, മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ വല്ല പാപങ്ങളും ചെയ്തിട്ടുണ്ടോ? അതെ, ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട്. അതേതാണ്? ഞാൻ ഒരു ദിവസം കള്ളു കുടിച്ചു നല്ല മത്തനായി, നല്ല ലെവലിലെത്തിയിട്ട് ഞാൻ വീട്ടിലെത്തി. ശഅബാനിന്റെ അവസാനത്തെ ദിവസമാണ്, പിറ്റേന്ന് റമളാനാണ്. ഞാൻ കള്ളുകുടിച്ച് ലെവലിലെത്തിയിട്ട് വീട്ടിലെത്തി. എന്റെ വീടിന്റെ കതക് തുറന്നു തന്നത് മൂത്താപ്പയുടെ മകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് അകത്തേക്ക് കടന്നപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, എടാ, എല്ലാ ജനങ്ങൾക്കും നാളെ രാവിലെ റമളാനാണ്, നീ സക്രാനാണോ? നാളെ റമളാന്റെ നോമ്പ് തുടങ്ങാൻ പോവുകയാണ്, നീ കള്ളുകുടിച്ച് ലെവല് തെറ്റിയിട്ടാണോ റമളാനിന്റെ പ്രഭാതത്തെ സ്വീകരിക്കാൻ പോകുന്നത്? അത് പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച ഞാൻ എന്റെ ഉമ്മാനെ പിടിച്ച ഒറ്റ തള്ളുകൊടുത്തു. എന്റെ ഉമ്മ അടുപ്പിലെ തീയിലേക്ക് പോയി വീണു. ഇബ്നുൽ ജൗസി ആരാണ്? ഹിജറ 589 വഫാത്തായ ആളാണ്. ചരിത്രങ്ങൾ ഒരുപാട് എഴുതി വെച്ച ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാളാണ്. ചുരുക്കി പറയട്ടെ, അദ്ദേഹം അടയാളപ്പെടുത്തുന്നു, ഉമ്മാനെ ഞാൻ പിടിച്ചിട്ടൊരു തൊള്ളു കൊടുത്തപ്പോൾ അടുപ്പിലേക്ക് പോയി വീണു. ഉമ്മ കത്തിപ്പോയി. ബഹളം കേട്ടപ്പോൾ എന്റെ മൂത്താപ്പയുടെ മകളെന്നെ ഒരു റൂമിലേക്ക് തള്ളിയിട്ടിട്ട് കുത്തിയിട്ട് കളഞ്ഞു. ഏകദേശം പാതിരാത്രിയായപ്പോൾ എനിക്ക് ബോധം തെളിഞ്ഞു. അപ്പൊ ഞാൻ വാതിൽ മുട്ടിയിട്ട്, മോളെ കതക് തുറക്കടി എന്ന് പറഞ്ഞു. അവൾ എന്നോട് പിണക്കമുള്ള വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, മാഹാദിൽ ജഫാ, മാഹാദൽ ജഫാ വമാഹാദിൽ ജഫ്വാ, എന്താടി ഇതുവരെ എന്നോട് ഇങ്ങനെ നീ സംസാരിച്ചിട്ടില്ലല്ലോ, എന്തേ നീ ഇപ്പൊ ഇങ്ങനെ കയർത്തു സംസാരിക്കുന്നത്? അപ്പ എന്നോട് പറഞ്ഞു, എടാ, നീ ലോകത്തെ വലിയ തെറ്റു ചെയ്ത തോന്നിവാസിയാണ്, നിന്റെ ഉമ്മ കത്തി മരിച്ചു പോയില്ലേ? അപ്പോൾ ഞാൻ വീടിന്റെ റൂമിന്റെ വാതിലെ തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങി. നോക്കിയപ്പോ ഉമ്മാന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി.
നേരെ വാതിൽപ്പടിയിലേക്ക് വന്ന് എന്റെ വലത് കൈ വാതിലിന്റെ കട്ടളയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് എന്റെ കൈയങ്ങ് മുറിച്ചു കളഞ്ഞു. കാരണം ഉമ്മാനെ ആക്രമിച്ച കൈയല്ലേ എന്നുള്ള നിലക്ക് ഞാനതങ്ങ് മുറിച്ചു. എന്റെ കയ്യിൽ 80,000 ദീനാറുണ്ടായിരുന്നു. ആ ദീനാറ് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് സ്വതഖ ചെയ്തു. ഞാൻ നേരെ മക്കത്തേക്ക് വന്നു. 40 കൊല്ലമായി ഇതുവരെ ഒരു ഹജ്ജും മുടക്കിയിട്ടില്ല. 40 ദിവസത്തിലൊരിക്കൽ നോമ്പ് തുറക്കുകയല്ലാതെ, അഥവാ നോമ്പില്ലാതിരിക്കുകയല്ലാതെ ബാക്കി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. കാലിവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, കൈയിവിടെ ബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ചെയ്തിട്ടും ഈ കഴിഞ്ഞ 40 കൊല്ലവും അല്ലാഹു എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. എന്നെ അല്ലാഹു ഏറ്റെടുത്തിട്ടില്ല. മുഅ്മിനീങ്ങളെ, ഇടയ്ക്കൂടി ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്ന ഈ വേദിയിൽ ചെറുപ്പക്കാര് പലരുമുണ്ട്. ഉമ്മമാരോട് അദബ് കെട്ട ഒരൊറ്റ വർത്തമാനവും ഉണ്ടാകാൻ പാടില്ല. ഉമ്മമാര് നിലത്തിട്ട് ചവിട്ടിയാൽ കാലിന്റെ അടിയിലെ പൊടി തട്ടുകയല്ലാതെ അവരോട് പ്രതികരിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അവരോട് നല്ല വർത്തമാനം പറയണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന ബോധം വേണം. ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും അത് ശ്രദ്ധിക്കുന്നില്ല. നീ വലിയ മുസ്ലിയാരാണെങ്കിലും, വലിയ ഇബാദത്ത് ചെയ്യുന്നവനാണെങ്കിലും, വലിയ ധർമ്മിഷ്ഠനാണെങ്കിലും, വലിയ ബുദ്ധിജീവിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ഉമ്മയത്ര വിവരമില്ലാത്ത ഗ്രാമീണയാണെങ്കിലും, ബോധമില്ലാത്ത സാധാരണക്കാരിയാണെങ്കിലും ഉമ്മാന്റെ പൊരുത്തമില്ലാതെ രക്ഷയില്ല. ചെറുപ്പക്കാരെ, സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളണം. അല്ലാഹു ഇരുലോകത്തും മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാണ് ഉമ്മയെങ്കിൽ ആ ഉമ്മാന്റെയും അപ്പുറമുള്ള കരുണയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ത ഉമ്മുൻ അബൂ മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ല നബി. എന്താണെന്നറിയുമോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ഈ വിഷയമങ്ങ് പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, എടാ, നിനക്ക് ദുനിയാവ് മുഴുവനും ഒന്ന് കത്തിച്ചുകൂടായിരുന്നോ? ഉമ്മാനെ അടുപ്പിൽ തള്ളിയിട്ടതെന്തിനാടാ എന്ന് പറഞ്ഞിട്ട് മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞിട്ട് മാലിക് ഇബ്നു ദീനാർ തങ്ങളങ്ങ് നടന്നു. ഈ മനുഷ്യന്റെ മനസ്സങ്ങ് പൊട്ടിപ്പോയി. യാ അല്ലാഹ് അനീസി ഇന്ന കുർബതി. പടച്ചവനെ, നിന്നോടല്ലാതെ ഞാൻ ആരോടാണ് പൊട്ടിക്കരേണ്ടത്? വന്നുപോയി റബ്ബേ, ഇനി രക്ഷയില്ല. എല്ലാരും എന്നെ ഇതാ നിസ്സാരരാക്കിപ്പോയി. ഞാൻ എന്തു ചെയ്യാനാണ് റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് പൊട്ടിയങ്ങ് കരയുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പോയി കിടന്നുറങ്ങുമ്പോൾ അതാ വരുന്നു സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ നബിയുന അൽ അമീൻ ഹബീബുന അൽ കരീം
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മാലിക് ബിൻ ദീനാറിനോട് ചോദിക്കുന്നു, ലിമാദാ തുഖന്നിതുന്നാസ മിൻ റഹ്മത്തില്ലാഹ്, എന്തിനാ മാലിക് ബിൻ ദീനാറേ അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് ജനങ്ങളെ വിഷമിപ്പിക്കുന്നത്, നിരാശപ്പെടുത്തുന്നത്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ജനങ്ങളെ ആശ മുറിയിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് കേട്ടോ, അദ്ദേഹത്തോട് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്തേ കാരണം? അല്ലാഹു ജല്ല ജലാലായ റബ്ബ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു, എടാ നിനക്ക് 3 ദിവസം നിന്നെ നരകത്തിലിടും, എന്നിട്ട് നിന്റെ ഉമ്മാന്റെ മനസ്സിൽ ഒരു ദുഃഖമുണ്ടാകും. ആ ഉമ്മാന്റെ കൈകൊണ്ട് നിന്നെ നരകത്തിൽ നിന്ന് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. കാരണം മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ നരകത്തിന്റെ രുചി അറിഞ്ഞേ പറ്റൂ എന്നതുകൊണ്ട് നീ നരകത്തിൽ കിടന്നേ പറ്റൂ. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. മാലിക് ബിൻ ദീനാറെ ബശ്ശിറുഹു, അതുകൊണ്ട് പോയി അദ്ദേഹത്തോട് സന്തോഷം പറയണം. കാരണം അല്ലാഹ് സ്വീകരിച്ചു പോയി. ചെറുപ്പക്കാരെ, 40 കൊല്ലം തുടർച്ചയായി ഹജ്ജ് ചെയ്തിട്ട്, 40 കൊല്ലവും നോമ്പെടുത്തിട്ട്, 40 കൊല്ലവും നിസ്കരിച്ചിട്ട് അല്ലാഹു ചെയ്ത വിട്ടുവീഴ്ചയുടെ പരിധി, ഉമ്മാന്റെ എത്ര വലിയ സ്ഥാനമാണ്. അവിടെ രക്ഷയ്ക്ക് വന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളല്ലേ. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. മാലിക് ബിൻ ദീനാർ തങ്ങൾ ചെന്ന് ജനാസ നിസ്കരിച്ചു എന്ന് ഇബ്നുൽ ജൗസി പറയുന്നു. അതുകൊണ്ട് എല്ലാവരെക്കാളും വലിയ കരുണയാണ് നബി തങ്ങൾ. അല്ലാഹു അവന്റെ നഫ്സ് കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ റഹ്മത്ത് തന്നെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എസ്എസ്എഫിനെ ആരും തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല. റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. മക്കളെ ദീനിൽ നിലനിർത്തുന്ന പ്രസ്ഥാനമാണ്. അല്ലാഹുവിനെ അറിയണമെന്ന് പറയുന്ന സംഘടനയാണ്. സുന്നി യുവജന സംഘം സാദാതീങ്ങളുടെ ആശീർവാദമുള്ള സംഘടനയാണ്. റസൂലുള്ളാഹിനെ പ്രേമിക്കണമെന്ന് പറഞ്ഞ് ഹുബ്ബുർ റസൂൽ സമ്മേളനം നടത്തുന്ന ഏക സംഘടനയല്ലേ കേരളത്തിൽ. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും തുല്യ ദൂരമേ ഞങ്ങൾക്കുള്ളൂ. നല്ലത് ചെയ്യുന്നവരോട് നല്ലത് പറയും, തെറ്റു ചെയ്യുന്നവരോട് നിയമത്തിന്റെ പരിധിയിൽ തിരുത്താൻ ശ്രമിക്കും എന്നല്ലാതെ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. എല്ലാ രാഷ്ട്രീയത്തിലുമുള്ള ആളുകൾ SYS-ൽ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട്. അതുകൊണ്ട് ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല. അതുകൊണ്ട് നിങ്ങൾ SSF-നെ അറിയണം, SYS-നെ അറിയണം. ഞങ്ങൾ ചരിക്കുന്നത് പണ്ഡിതന്മാരുടെ കാൽപെരുമാറ്റവും കൽപ്പനയും അനുസരിച്ചാണ്. ഞങ്ങൾ ചെയ്യുന്നത് യതീമുകളെ സംരക്ഷിക്കലാണ്, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്, പാവപ്പെട്ടവരെ ഏറ്റെടുക്കലാണ്, ആശ്രയമില്ലാത്ത പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കലാണ്, വിദ്യാഭ്യാസ സഹായം ചെയ്യലാണ്. എല്ലാത്തിലും ഉപരി ആഖിറത്തിലെ വിജയമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാഹു നമ്മളെ മുഴുവനും വിജയിപ്പിക്കട്ടെ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറഞ്ഞ ഈ വേദിയിൽ റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് തവണ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാൻ.